4 സ്ഥാനം. അപ്പൊ ഈ 4 എന്ന സംഖ്യ വന്നതിന്റെ ഒരു കഥ, അത് നമ്മുടെ പാലാഴി മദനവുമായി ബന്ധപ്പെട്ട് ഗരുഡൻ കുംഭവുമായി സഞ്ചരിച്ച് 4 സ്ഥലങ്ങളിൽ ക്ഷീണിച്ചപ്പോൾ വച്ചു എന്നും അവിടെ അമൃതത്തിന്റെ തുള്ളികൾ വീണു എന്ന് പറയുന്ന ഒരു പുരാണാഖ്യാനമുണ്ട്. എങ്കിലും ശരിക്കും നൈമിശാരണ്യം മുതൽ ഓരോ യുഗത്തിലും 1, 2, 3, 4 എന്ന ക്രമത്തിൽ സ്ഥാനുകൾ വന്നു എന്നുള്ളത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ നൈമിശാരണ്യം പോലുള്ള പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും ഉത്തർപ്രദേശിലാണ് കണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശത്താണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, നമ്മൾ പൊതുവെ സന്യാസിമാരുടെ ഒരു സംഗമ സ്ഥാനമാണ് കുംഭമേള എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ സന്യാസിമാർ മാത്രമല്ല കുംഭമേളയിൽ സംഗമിക്കുന്നത്. നമ്മൾ പൊതുവെ ശങ്കരാചാര്യരുടെ ഭാരത പര്യടനത്തിന് ശേഷം ദശനാമി എന്ന പേരിൽ 10 തരത്തിൽ 10 പേരുകളിൽ അറിയപ്പെടുന്ന സന്യാസിമാരെ മാത്രമാണ് നമുക്ക് പരിചയം. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ലാത്ത വേറെയും കുറേയേറെ സമ്പ്രദായങ്ങൾ ഭാരതത്തിലുണ്ട്. ഇപ്പൊ ശാക്യന്മാരെന്ന് പറയുന്ന ചുവന്ന വസ്ത്രം ഉടുത്ത് നടക്കുന്ന ചില സാധകന്മാരുണ്ട്. ആജീവകന്മാർ എന്ന് പറയും. ആജീവകന്മാർ എന്ന് വെച്ചാൽ ഈ തന്റെ ഹൃദയത്തിലെ പ്രാണനാണ് ദേവത എന്ന് സങ്കല്പിച്ച് ബിംബാരാധനയിലും മറ്റും ഒന്നും വിശ്വസിക്കാതെ സ്വന്തം പ്രാണനെ ഉപാസിക്കുന്ന പ്രാണായാമ തൽപരരായിട്ടുള്ള ആജീവകന്മാരുണ്ട്. ഭിക്ഷുക്കൾ എന്ന് പറയുന്നവരുണ്ട്. ഈ ഭിക്ഷു എന്ന് പറയുന്നതിനകത്താണ് നമ്മുടെ ഈ മുഴുവൻ സന്യാസി സമൂഹവും പെടുന്നത്, നാഗാസ് ഒഴിച്ച്. അതുപോലെ തന്നെ വൃദ്ധന്മാർ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന വാർദ്ധക്യത്തിൽ ഉള്ളവരെന്നല്ല അർത്ഥം, ഏറ്റവും പഴക്കമുള്ള ആഗമശാസ്ത്രത്തിൽ സാധന ചെയ്യുന്നവർ. പിന്നെയുള്ളത് ഈ ചരകന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം. അത് കഴിഞ്ഞ് നിർഗ്രന്ഥി എന്ന് പറയും, വസ്ത്രമൊടുക്കാത്തവർ, അതിലാണ് ഈ നാഗാസൊക്കെ പെടുന്നത്. അതുകൂടാതെ വന്യാശനന്മാർ, വനത്തിൽ ആശ്രയിച്ച് വനത്തിൽ ആഹാരം കഴിച്ച് അവിടെ തന്നെ താമസിക്കുന്നവർ. അപ്പൊ ഇതില് ഭൂരിപക്ഷം പേരും പരിവ്രാജകനം ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഭ്രമണം ചെയ്യുന്നവരും കുറച്ചു പേര് ഒരേ സ്ഥാനത്ത് തന്നെ അധിവസിക്കുന്നതുമാണ്. അപ്പൊ ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കും മാതിരി ചില ഗ്രഹങ്ങൾക്ക് വേഗത കൂടും, ചില ഗ്രഹങ്ങൾക്ക് വേഗത കുറയുന്നത് പോലെ ഭാരതത്തിൽ 7 വിഭാഗം സന്യാസി വർഗം ഉണ്ടായിരുന്നു. ആ 7 വിഭാഗത്തെയും സപ്തഗ്രഹങ്ങൾ ഒരേ ബിന്ദുവിൽ വരുന്നത് പോലെ 7 വിഭാഗവും ഒരു സ്ഥലത്ത് സംഗമിക്കണം എന്ന് ഋഷി വിഭാവനം ചെയ്തു. ആ സ്ഥലം നിശ്ചയിച്ചു, അതിനുള്ള സമയവും നിശ്ചയിച്ചു. അതിനിപ്പോ ഉദാഹരണത്തിന് പ്രയാഗിൽ നടന്ന കുംഭമേളയെ പറ്റി ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ളത്, വൃഷരാശി ഗതേ ജീവേ, ഇടവൻ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം. 12 വർഷം കൊണ്ടാണ് വ്യാഴം സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്. അതിൽ 30 ഡിഗ്രിയുള്ള ഒരു രാശി, അത് കടന്നു പോകാൻ വ്യാഴത്തിന് 1 വർഷം എടുക്കും. അപ്പം 30 ഡിഗ്രി കടന്നു പോകുന്ന ആ 1 വർഷക്കാലം, അതിൽ ഇടവൻ രാശിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് മകരേ ചന്ദ്രഭാസ്കരവും, മകരം രാശിയിൽ ഭാസ്കരൻ സൂര്യൻ വരുന്ന, അതാണ് മകരമാസം, ജനുവരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെ എന്ന് നമുക്ക് ഏകദേശം പറയാം. ചന്ദ്രഭാസ്കരവും, അവിടെ ചന്ദ്രനും വരണം. ഇപ്പൊ സൂര്യചന്ദ്രന്മാർ ഏകരാശിയിൽ വരുമ്പോൾ അത് അമാവാസിയായി. അമാവാസ്യാം തഥായോഗ, അങ്ങനെയുള്ള ദിവസം കുംഭാഖ്യ തീർത്ഥനായകി, അങ്ങനെയുള്ള സമയത്ത് തീർത്ഥനായക സ്ഥാനത്ത് തീർത്ഥങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് പ്രയാഗാണ്. അതുകൊണ്ടാണ് പ്രയാഗ എന്ന ശബ്ദത്തിന് പ്രയാഗ് രാജ് എന്ന് കൂടെ വരാൻ കാര്യം. അവിടെ കുംഭമേള നടക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഏത് പ്ലാനറ്ററി പൊസിഷൻ കോമ്പിനേഷൻ ഉണ്ടാകുന്ന സമയത്താണ് കുംഭമേള നടക്കേണ്ടത് എന്നതുകൂടെ ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പോ ഏഷ്യാനെറ്റിലെ നേരത്തെ പറഞ്ഞ മാധ്യമപ്രവർത്തക കരഞ്ഞു എന്നതുകൊണ്ട് ഇടവൻ രാശിയിൽ വ്യാഴം വരുമ്പോ കുംഭമേള മാറ്റില്ല, വീണ്ടും നടക്കും. അപ്പൊ അതുകൊണ്ട് ഇത് നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ അനുസരിച്ച് ഇത് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭ്രമണം ചെയ്യുന്നവരെല്ലാവരെയും ഒരു പോയിന്റിലേക്ക്, ഒരു കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. രാഷ്ട്രത്തെ പറ്റി, സനാതന ധർമ്മത്തെ പറ്റി ഒക്കെ ചർച്ച ചെയ്യുക. ഈ ചർച്ച നമുക്ക് കുംഭമേളയിൽ കാണാൻ കഴിയില്ല. കാരണം ഗൃഹസ്ഥാശ്രമികൾക്ക് പ്രത്യേകിച്ച് വലിയ റോളില്ലാത്ത ഒരു സംവിധാനമാണ് ശരിക്കും കുംഭമേള. പക്ഷെ കുംഭമേള നടത്താൻ ഗൃഹസ്ഥാശ്രമികൾ വേണം താനും. കാരണം സന്യാസം എന്ന് പറയുന്ന ഒരു പദ്ധതി, ആ ഒരു ചിട്ടയ്ക്ക്, ആ ആശ്രമത്തിന്റെ അതിന് ഏറ്റവും പിന്തുണ കൊടുക്കേണ്ടവർ ഗൃഹസ്ഥാശ്രമികളാണ്. കാരണം ഗൃഹസ്ഥാശ്രമികളെ സനാതനധർമ്മം വിഭാവനം ചെയ്യുന്നത് ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ അടുത്ത് സന്യാസത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് സനാതനധർമ്മത്തിന്റെ കാഴ്ചപ്പാട്. എല്ലാവരും എത്തില്ല എങ്കിലും. പക്ഷെ ഈ സന്യാസിമാരെ സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ധനം സംഭാവന ചെയ്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമികൾക്ക് അതിൽ റോളുണ്ട്.
എന്താണ്? അതിൻ്റെ കാര്യക്രമത്തിന് വേണ്ടിയുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ശരിയാക്കുക, സജ്ജീകരണം ഒരുക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? ഇത്രയും കാലം ഭാരതം എന്ന ഈ പുണ്യക്ഷേത്രത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ട്, നിരന്തരം ഭ്രമണം ചെയ്തുകൊണ്ട്, നാമം ജപിച്ചും സാധന ചെയ്തും നടന്നവർ ഒരു 3 പക്ഷക്കാലം, 1.5 മാസക്കാലം ഒരിടത്ത് അവരെന്ത് ചെയ്യുകയാണ്? കൂടിയിരിക്കുകയാണ്. എന്നിട്ട് അവരവിടെ പുണ്യദിനങ്ങളിൽ 5 ദിവസം സ്നാനം ചെയ്യുന്നു. ആ സ്നാനം ചെയ്ത് കഴിഞ്ഞ് അവർ കയറിയ പാടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പുണ്യത്തെ ശരീരമാസകലം സ്വീകരിക്കുന്നു. അപ്പൊ കേവലം ഒരു നദിയിൽ കുളിക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിലെ അഴുക്ക് കളയുന്ന ഭാവനയോടെ അല്ല നമ്മൾ ഗംഗയിൽ കുളിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ട് ആചാര്യൻ എഴുതി വെച്ചു, 7 കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള ഭാവന എന്താണോ അതിന് സദൃശമായിരിക്കും നിങ്ങൾക്കുള്ള ഫലം. മന്ത്രേ തീർത്ഥേ ദിജയ ദേവേ ദൈവജ്ഞേ ഭേഷജേ ഗുരു യാദൃശി ഭാവന തസ്യ സിദ്ധിർഭവതി താദൃശി. ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുന്നു. നമശിവായ എന്ന മന്ത്രം ഒരു ഊഹത്തിനെടുക്കുക. 25 ലക്ഷം വാമദേവ മഹർഷി ജപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ സദാശിവൻ 5 തലയുള്ള ശിവന്റെ രൂപത്തോടുകൂടി ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അദ്ദേഹം എഴുതി വെച്ചു, ഇത്ര ഒരു ഇന്ന രീതിയിൽ പഞ്ചാക്ഷരം ജപിച്ചാൽ ശിവൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം. നമ്മുടെ പുണ്യഭാവങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും അത് സംഭവിക്കുക. നമ്മുടെ മുന്നിൽ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം തൽക്കാലം നമ്മൾ ശിവന് കൊടുത്തേ പറ്റൂ. അപ്പോ അവിടെ വിശ്വാസത്തോടു കൂടി നമ്മൾ ജപിക്കുകയാണ്. ഞാൻ ശിവനെ കണ്ടിട്ടേ പോകത്തുള്ളൂ. മാംസചക്ഷസ് കൊണ്ട് ദേവന്മാരെ കാണാൻ സാധിക്കില്ല. ഈ പറയാറുണ്ടല്ലോ, ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ ബിബ്ജിയോറിന്റെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനെ റെറ്റിനെ ഐഡന്റിഫൈ ചെയ്യുമെങ്കിൽ അതിന് പുറത്ത് ചില നിറങ്ങളുണ്ട്, ആ നിറം നമുക്ക് കാണാൻ കഴിയില്ല. അത്തരത്തിലുള്ള നിറത്തിലാണ് ഈ ദേവതമാരുള്ളത് എന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ദേവനെ നമുക്ക് കാണണമെങ്കിൽ നമ്മളുടെ കണ്ണിന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ പരിധിയെ നമ്മൾ അതിലംഘിക്കണം. അതിനുള്ള ചില പോംവഴികളാണ് ഈ സാധന എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസമില്ലാതെ ഇത് ജപിച്ചു എന്ന് കരുതിക്കൊണ്ട് ശിവൻ വരുമോ എന്ന് ശങ്കിച്ച് 1 കോടിയല്ല 10 കോടി ജപിച്ചാലും ശിവൻ പോയിട്ട് അവിടെ ഒരു പൂച്ചക്കുഞ്ഞു പോലും വരില്ല. വിശ്വാസം പരമപ്രധാനമാണ്. അതാണ് മന്ത്രം. ഇനി തീർത്ഥം, ഗംഗാമാതാവിൽ എൻ്റെ 21 പൂർവജന്മത്തിലെ പാപവും ഇതിൽ ഈ ഒറ്റ മുങ്ങലിൽ കഴുകിക്കളയപ്പെടും എന്ന സങ്കല്പത്തോടുകൂടി ഒന്ന് മുങ്ങി എണീറ്റാൽ പാപം തീർന്നിരിക്കും. മറിച്ച് ഗംഗാമാതാവിൽ സംശയത്തോടുകൂടി 1008 തവണ 12 കൊല്ലം തുടർച്ചയായി മുങ്ങിയാലും നിങ്ങളുടെ പാപം ക്ഷയിക്കില്ല. അവിടെയും വിശ്വാസമാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, മരുന്ന് കഴിക്കുമ്പോഴാവട്ടെ, ഗുരുവിലാവട്ടെ, ദേവതയിലാവട്ടെ, ഇങ്ങനെ വൈദ്യനിലാവട്ടെ, ദൈവജ്ഞനിലാകട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങോട്ടുള്ള ഭാവന അതിന് സദൃശമായിട്ടായിരിക്കും ഫലം. അപ്പൊ നിരീശ്വരവാദികൾ കുംഭമേളയെ പരിഹസിക്കുന്നു, അല്ലെങ്കിൽ ഗംഗയിൽ കുളിച്ചാൽ പാപം മാറുമോ, അല്ലെങ്കിൽ അവിടെ അഴുക്ക് വെള്ളമാണ് എന്നുള്ളതിനകത്ത് നമ്മൾ ഇന്ന് നമ്മുടെ പലരുടെയും മനസ്സിലുള്ള അത്ര വിധത്തിൽ അത്ര ഗൗരവമായുള്ള ചർച്ചയോ വിഷമതയോ വേണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അവരെ ഋഷി പരിഗണിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് തലയിലെടുക്കുന്നത്? അവരുടെ വിമർശനങ്ങളെ നിങ്ങൾ തലയിലെടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം വിമർശനങ്ങളെ തൃണവൽക്കരിക്കുക എന്ന് മാത്രമാണ് ആ വിഷയത്തോട് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ ഒരു മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു വ്യവസ്ഥ അനുസരിച്ച് ആണ് ഈ കുംഭമേള നടക്കുന്നത്. ശരിക്കും കുംഭമേള മാത്രമാണ് ഭാരതത്തിൽ ഇപ്രകാരം നടക്കുന്നത് എന്നൊരു ധാരണയും വേണ്ട. കുംഭകോണം എന്ന പേര് വന്നതിന് പിന്നിലും സമാനമായി 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തമിഴ്നാട്ടിലുള്ള സംഗമമുണ്ട്. ഇന്നത് അത്ര പ്രബലമായി നടക്കുന്നു, അത് ശുഷ്കമാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കറിവില്ല. കേരളത്തിലും ഇത്തരത്തിൽ ഭാരതം മുഴുവനിലും നടന്നിരുന്നു. മാഘമാസത്തിലാണ് ഇത്തരം മേളകൾ നടക്കാറുള്ളത്. കേരളത്തിൽ ഇങ്ങനെ മാഘമാസത്തിലെ മകം നാളിൽ നടക്കുന്ന ഒരു മേളയുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ പേര് മറ്റൊന്നായാണ് നിങ്ങൾ അറിയുന്നത്. മാഘമകം 10 പ്രാവശ്യം പറയുമ്പോൾ പേര് മാറി എന്തായി? മാമാങ്കം ആയി. നിങ്ങൾ മാമാങ്കത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് കുറെ ചാവേറുകൾ വരുന്നു. നിലപാട് തറയിൽ ചാടുന്നു, വെട്ടുന്നു, കുത്തുന്നു, ചാകുന്നു. ഇതാണ് മാമാങ്കം എന്നാണ് നിങ്ങളുടെ ധാരണ. എനിക്ക് തോന്നുന്നു 1755 അവസാനമായിട്ട് മാമാങ്കം നടന്നത് തിരുനാവായിൽ. അപ്പോ ശരിക്കും മാമാങ്കം എന്ന് പറഞ്ഞാൽ വിദ്വൽ സദസ്സാണ്. കൂട്ടത്തിൽ കുറച്ച് കച്ചവടം നടക്കും. ഉത്സവ സമയത്ത് നമ്മൾ അമ്പലങ്ങളിലെ ഉത്സവത്തിൽ കുറെ കച്ചവടം നടക്കുന്നത് പോലെ ചില കച്ചവടങ്ങളും അക്കൂട്ടത്തിൽ നടന്നിരുന്നു.
പിന്നീട് അതിന്റെ അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായതിനു ശേഷമാണ് നമ്മൾ ഇന്ന് മാമാങ്കം എന്ന പേരിൽ നമ്മൾ പറയുന്ന ആ ചരിത്രം ഉണ്ടായത്. അതല്ല ശരിക്കും മാമാങ്കം, മക മഹോത്സവമാണ്. അപ്പൊ ഇത്തരത്തിൽ കേരളത്തിലാവട്ടെ നേപ്പാളിലാവട്ടെ നിരവധി സ്ഥലങ്ങളിൽ ഭാരതം മുഴുവനായിട്ടും ഇത്തരത്തിലുള്ള ഓർഗനൈസ്ഡ് ഈവൻസ് നടന്നിരുന്നു. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ചരിത്രം ബ്രിട്ടീഷുകാരൻ എഴുതിയ അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ പണ്ഡിതന്മാർ എന്ന പേരിൽ പറഞ്ഞു വയ്ക്കുന്ന കുറെ പേർ എഴുതിയ പുസ്തകങ്ങൾ മാത്രം പഠിക്കുന്നതിന്റെ കുഴപ്പമാണ്. അതല്ലാതെ ശരിക്കും ഭാരതത്തിന്റെ പൈതൃകത്തെ പറ്റി പഠിച്ചാൽ ഇതൊന്നും ഒരു അത്ഭുതവുമല്ല. എത്രയോ കാലങ്ങളായി സത്യയുഗം മുതൽക്ക് തന്നെ ഇതിവിടെ നടന്നു പോകുന്ന സംവിധാനമാണ്. ഇതിനകത്ത് ആ വ്യവസ്ഥ എന്താണോ ആ ചിട്ടവട്ടം അത് നടക്കും. ഗൃഹസ്ഥാശ്രമങ്ങളിൽ പോവുക, സ്നാനം ചെയ്യുക, മറ്റ് വിഭാഗങ്ങൾ ഇപ്പം ആഗമശാസ്ത്രത്തിൽപ്പെട്ടവരാവട്ടെ അല്ലെങ്കിൽ വനാശ്രയന്മാർ, അങ്ങനെ നിരവധി പേർക്ക് ഓരോരുത്തരുടെയും പദ്ധതികൾക്കനുസരിച്ചിട്ടുള്ള ദീക്ഷകളുടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രചാര പ്രവർത്തനം ചെയ്തിട്ടുള്ള സാധു ആനന്ദവനൻജി, അദ്ദേഹത്തിന് മഹാമണ്ഡലേശ്വർ അഭിഷേകം ചെയ്യപ്പെട്ടത് ഈ കുംഭമേളയിലാണ്. ഇതേപോലെ ഓരോ പന്താവിലും സഞ്ചരിക്കുന്നവരുടെ ദീക്ഷകളാണ് അവിടെ നടക്കുന്നത്. നമ്മൾ പറയാറുണ്ട് ഒരു പടിയിൽ നിന്നും അടുത്ത പടിയിലേക്ക് ഓരോ 12 വർഷത്തിലും അവർക്ക് ദീക്ഷ അതിൻ്റെ ഉപരിയായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. ഇങ്ങനെ നിരവധി പദ്ധതികളാണ് കുംഭമേളയിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭാരതത്തിന്റെ പൈതൃകത്തെ സംബന്ധിച്ചോളം കുംഭമേള മാത്രമല്ല, സമാനമായ വിധത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ പ്രകാരം അത് നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ എന്തുകൊണ്ട് ഇത്തവണ ഈ വിവാദം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളികളായിട്ടുള്ള സന്യാസിമാരും അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഈ കുംഭമേളയ്ക്ക് 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതായതുകൊണ്ട് കുറച്ചധികം പ്രാധാന്യം കൊടുത്ത് ധാരാളമായി എഴുതി. കുംഭമേള തുടങ്ങുന്ന മകരസംക്രാന്തി മുതൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ചർച്ച നടന്നു എന്ന് നിങ്ങൾ ധരിക്കരുത്. മകരസംക്രാന്തി ആ പുണ്യസ്നാനം ചെയ്തതിന്റെ അനുഭവം പലരും എഴുതിയപ്പോഴാണ് ഈ ഇരിക്കുന്നവരിലടക്കം കുംഭമേളയിൽ പോയിട്ടുള്ള പലർക്കും കുംഭമേളയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായത്. അല്ലാതെ മലയാളികൾ എന്തായാലും ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തു പോയി എന്ന് പറയാനുള്ള വളരെ ന്യൂനപക്ഷം ആൾക്കാർ മാത്രമാണ് കുംഭമേളയിൽ പോവുകയും അതിന്റെ അനുഭവങ്ങൾ വർണ്ണിക്കുകയും ചെയ്തപ്പോഴാണ് 144 വർഷത്തിൽ ഒരിക്കലല്ലേ, എന്തായാലും അടുത്ത കാലത്ത് നമ്മളൊന്നും ആ 144 വർഷത്തിലില്ല, എന്നാ പിന്നെ പോയി കളയാം എന്നൊരു സ്വാർത്ഥത അതിന്റെ പിന്നിലുണ്ടില്ല എന്ന് പറയുന്നില്ല. അതിനെ എന്ത് ചെയ്തു, മറ്റ് പലരുടെയും എഴുത്തുകളും ചർച്ചകളും ട്രിഗർ ചെയ്തു, എല്ലാവരും കൂടെ പോയി. ഈ മലയാളികൾ കൂടുതലായി പോകുന്നു, ഒരു ഹിന്ദു സംഘടിത സ്വഭാവത്തിലേക്ക് പോകുന്നു. ശരിക്കും ഗോവ അടക്കമുള്ള മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന യുവജനത അവരെന്ത് ചെയ്യുന്നു, അവർ കുംഭമേളയ്ക്ക് പോകുന്നു. 20ഉം 21ഉം വയസ്സായ പിള്ളേർ എന്ത് ചെയ്യുന്നു, ഈ പെൺപിള്ളേർ സോളോ ട്രിപ്പിൽ കുംഭമേളയ്ക്ക് പോവുകയാണ്. കാരണം അവർക്ക് കുംഭമേളയുടെ ആധ്യാത്മിക വശം പഠിക്കാനല്ല, അവർക്കറിയാം ഇതിനകത്ത് എന്തോ ഒരു അനുഭൂതിയുണ്ട്, പോയവരെല്ലാം പോസിറ്റീവായി എഴുതുന്നു, അതുകൊണ്ട് എല്ലാവരും പോയി. ഇത് കണ്ട് ശരിക്കും ചിലർക്ക് ഭ്രാന്ത് പിടിച്ചു എന്നുള്ളതാണ് സത്യം. സാധാരണഗതിയിലുള്ള ഭ്രാന്തല്ല. അതുകൊണ്ട് അവര് ഈ വെള്ളത്തെയും മറ്റിങ്ങനെ പല പല വിഷയങ്ങളെ പറ്റി പറഞ്ഞിങ്ങനെ നിരന്തരമായിട്ട് പരിഹസിക്കാൻ തുടങ്ങി. അതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് അഡ്രസ് ചെയ്യേണ്ടതില്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ഇത് സനാതന ധർമ്മമാണ്, ഇത് ഭാരതമാണ്, ഇതിങ്ങനെ അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. പൊട്ടുന്ന കുരുകളൊക്കെ പൊട്ടേണ്ടത് തന്നെയാണ്, അത് പൊട്ടിക്കോളും. അതിന് നമ്മൾ പ്രത്യേകിച്ച് അതിലേക്ക് മരുന്ന് തേച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ പൈതൃകത്തിൽ വിശ്വസിക്കുക. ഇനിയും ഭാരതത്തിൽ ഇപ്പം അനന്തപുരി ഹിന്ദു സമ്മേളനം എന്ന് പറയുന്നത് പോലും ഈ പറയുന്ന മാതിരി ഒരു കുംഭമേളയുടെ തന്നെ ചെറുപതിപ്പാണ്. കുംഭമേളയിലെ സ്നാനം മാത്രമേ നമ്മൾ വീടുകളിലും മറ്റും കാണുന്നുള്ളൂ. അതിനകത്ത് ടെന്റുകൾക്കകത്ത് ഓരോ ആശ്രമങ്ങളുടെയും ടെന്റുകൾക്കകത്ത് ദീക്ഷ നടക്കുന്നുണ്ട്, ശാസ്ത്ര വിചാരം നടക്കുന്നുണ്ട്, അടുത്ത 12 വർഷത്തിലേക്കുള്ള പദ്ധതി നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തിനെ പറ്റി യാതൊരു ധാരണയില്ലാത്തത് കൊണ്ടാണ് ഈ ഉപരിപ്ലവമായ പല വിഷയങ്ങളിൽ കലഹം ഉണ്ടാകുന്നത്. ഇപ്പൊ ഒരു ക്ഷേത്രത്തിലെ ബിംബം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് തന്ത്രി ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്, ലോകാനുഗ്രഹേതൃത്വം സ്ഥിരീഭവ സുഖായന, ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ ഇവിടെ ഇരുത്തുന്നു. സാന്നിധ്യം ചതദാദേവ പ്രത്യഹം പരിവർത്തയ, നീ നിന്റെ സാന്നിധ്യത്തെ നിത്യപൂജ സ്വീകരിച്ചുകൊണ്ട് ദിനം പ്രതി വർദ്ധിപ്പിച്ചാലും. മാ ഭൂൽ പ്രജോ വിരോധോത്ര, നീ ഈ ഗ്രാമത്തിന്റെ ദേവനാണ്, നിന്റെ പ്രജകൾ തമ്മിൽ കലഹം ഉണ്ടാവരുത്. യജമാന സമൃദ്ധിത, നിന്റെ കാര്യം നോക്കി നടത്തുന്ന, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കമ്മിറ്റിക്കാർക്ക് നീ സമൃദ്ധിയെ കൊടുക്കൂ. അടുത്ത വരിയാണ്, സഭൂപാലം തഥാ രാഷ്ട്രം
സർവോപദ്രവവർജിതം. ഈ രാഷ്ട്രം ഉപദ്രവരഹിതമായി വർത്തിക്കട്ടെ. ക്ഷേമേണ വൃത്തി മതുലാം, അക്ഷയമായ ക്ഷേമമുണ്ടാകട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ രാഷ്ട്രത്തിൽ. അപ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിന്റെ ഒരു മൂലയിൽ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ ചെയ്യുമ്പോഴുള്ള സങ്കല്പം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് സനാതന ധർമ്മത്തിന്റെ സൗന്ദര്യം. ഏതൊരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴും അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ചെറുതു മുതൽ വലുതുവരെ അങ്ങനെ ഒരു വ്യഷ്ടി സമഷ്ടി ബന്ധം നമ്മുടെ എല്ലാ ആചാരങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്ഷേത്രപ്രതിഷ്ഠയിലുള്ള അതേപോലുള്ള കൽപ്പന കുംഭമേളയ്ക്കുണ്ട്. ആ ഒരു മഹാപുണ്യം മുഴുവൻ ഭാരതത്തിലും അലയടിക്കും. അതിൻ്റെ ഫലമായിട്ട് ചില കുംഭമേളകളിൽ ചില തീരുമാനങ്ങൾ എടുക്കും, ചിലത് പ്രസിദ്ധപ്പെടുത്തും, ചിലത് മിണ്ടാതെ വച്ചിരിക്കും. പ്രസിദ്ധപ്പെടുത്തിയ ചില കാര്യങ്ങളും അതിനുശേഷമുള്ള പരിവർത്തനം കഴിഞ്ഞ പൂർണ്ണ കുംഭമേളയ്ക്ക് എടുത്ത ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഭാരതത്തിൽ നടപ്പിലാക്കപ്പെട്ടു. അത് രാജനൈതിക രംഗത്താണ്. അത് മൈക്കിലൂടെ പറയുന്നത് ശരിയല്ല. സമാനമാം വിധത്തിൽ ഇപ്പോഴും ചില തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. ചിലത് പ്രസിദ്ധപ്പെടുത്തും, ചിലത് സന്യാസി വർഗങ്ങൾക്കുള്ളിൽ തന്നെ അത് പരിമിതപ്പെടുത്തും. അതിന്റെ പ്രവർത്തനം അവർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ പുറത്തുള്ളവരോട് പറയാനുള്ളത്, വല്ലാണ്ട് വ്യാകുലപ്പെടേണ്ട. ഭാരതത്തിൽ എന്ത് നടക്കണം, ഭാരതത്തിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമെടുക്കണം, എന്ത് നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കാൻ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷത്തിന് മുമ്പ് ചിട്ടപ്പെടുത്തിയ ഒരു വ്യവസ്ഥയാണ് കുംഭമേള അടക്കമുള്ള ബാക്കിയെല്ലാം. അത് പ്രകാരം തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കും. അതിന്റെ ഒരു ചെറു പതിപ്പ് തന്നെയാണ് ശരിക്കും അനന്തപുരി ഹിന്ദു സമ്മേളനവും ശരിക്കും. കാരണം തിരുവനന്തപുരത്തെ ഹിന്ദു സമാജത്തിന് വേണ്ടി എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള കുംഭമേള സമാനമായ ഒരു പദ്ധതിയാണ് ഇത്. പത്മനാഭന്റെ അനുഗ്രഹത്തോടും കൃപാകടാക്ഷത്തോടു കൂടി ഇതും സമംഗളം മുന്നോട്ട് പോകട്ടെ. കേരളത്തിലെ വിശിഷ്യ തിരുവനന്തപുരത്തെ ഹിന്ദു സമാജത്തിന്റെ ശ്രേയസ്സിനും സംഘടിത സ്വഭാവത്തിനും വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ തീരുമാനങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്ന തീരുമാനവും ഈ ഹിന്ദു സമ്മേളനത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വന്ദേ ഭാരതമാതരം. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്തുന്ന സമയം കൃത്യമായി കണക്കുകൂട്ടി പറഞ്ഞ പൂർവികരുടെ പിന്മുറക്കാരാണ് ഈ പുണ്യഭൂമിയിലുള്ളത്. തീർച്ചയായും അർത്ഥശൂന്യമാണ് എന്നാണ് നാളിതുവരെ അധികാരത്തിൽ ഇരുന്നപ്പോൾ അഴിമതി മാത്രം നടത്തി ഒടുവിൽ നരേന്ദ്ര ഭാരതത്തിൽ പേടികൊണ്ട് ഒരു വശത്തിരിക്കുന്ന ലാലു പ്രസാദ് യാദവ് പറഞ്ഞത്. അർത്ഥശൂന്യമാണ് കുംഭമേളകൾ എന്ന്. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ശ്രീ മഹേന്ദ്രേട്ടൻ ഇവിടെ കൃത്യമായി പറഞ്ഞത്. എന്താണ് അവിടെ നടക്കുന്നത്, എത്രത്തോളം അർത്ഥസമ്പന്നമാണ് ഓരോ കുംഭമേളകളും എന്ന്. വളരെ നന്ദി മഹേന്ദ്രേട്ട. ഇനി ഈ കുംഭമേളകളുടെ രാജ്യത്തിന്റെ വികാസത്തിന് സാമ്പത്തികമായും ഒപ്പം തന്നെ കരുത്തുറ്റ ഒരു രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് എത്രത്തോളം സഹായം നൽകുന്നുണ്ട് എന്നൊരു വശം കൂടി നമ്മൾ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യും. നമസ്തേ. അനന്തപുരിയിലെ ഈ ഹൈന്ദവ കൂടി വരവിൽ പങ്കെടുക്കുകയും കുംഭമേളയുടെ ഒരു യഥാർത്ഥ അനുഭവം പങ്കിടുകയും ചെയ്യുന്ന ഒരു സന്ദർഭം, അതിൻ്റെ ഭാഗഭാക്കായിരിക്കാൻ സാധിച്ചതിന് വലിയ ചരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിച്ച ശ്രീ ശങ്കരൻ നമ്പൂതിരിയും ഡോക്ടർ മഹേന്ദ്ര കുമാറും ഒക്കെ പറഞ്ഞ വാക്കുകൾ സശ്രദ്ധം കേട്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ക്ലാസ്സുകളിൽ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാറി പൂർണ്ണമായി വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു സൗന്ദര്യമുണ്ട്, ഒരു സൗരഭ്യമുണ്ട്, പഠന ഗാംഭീര്യമുണ്ട്, ആത്യന്തികമായ അർത്ഥതലങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഡോക്ടർ മഹേന്ദ്ര കുമാർ പറഞ്ഞ അവസാന ഭാഗത്ത് നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ആ ഒരു തുടർച്ച നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. രാഷ്ട്രമെന്ന നമ്മുടെ സങ്കല്പം, ഭാരതം എന്ന രാഷ്ട്രം, ആ രാഷ്ട്രത്തിന് ഒരു ഭൗതികവും രാഷ്ട്രീയമായ ഭാവം മാത്രമാണ് പലരും കൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിനൊരു സാംസ്കാരിക മുഖമുണ്ട്, സിവിലൈസേഷണൽ ഫേസ് ഓഫ് ഇന്ത്യ.
അത് റീഡിസ്കവർ ചെയ്യുന്ന, അത് കണ്ടെത്തുന്ന നിമിഷങ്ങളാണ് ഇത്. കുംഭമേള എന്ന് പറയുന്നത് ഡോക്ടർ മഹേന്ദ്രകുമാർ പറഞ്ഞതുപോലെ പ്രാർത്ഥന, കൂടിവരവ്, സമർപ്പണം, സമാഗമം, ഇതെന്തുമാകാം. പക്ഷെ ഇതെല്ലാം തന്നെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലെ അനിവാര്യമായ ചില കാര്യങ്ങളാണ്. അതില്ലാതെ ഒരു രാഷ്ട്ര നിർമ്മാണം പൂർത്തിയാകില്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂടിവരവ്. ചരിത്രത്തിൽ നാളിതുവരെ ഇത്രയും വലിയ ഒരു സമാഗമം ഉണ്ടായിട്ടില്ല, ഉണ്ടായെന്ന് തോന്നുന്നില്ല. കാരണം ഹജ്ജ് തീർത്ഥാടനം, അതുപോലെ മറ്റു പല റിലിജിയസ് ആൻഡ് ഡിനോമിനേഷണൽ കൂടിവരവുകൾ, അവിടെയൊക്കെ 55-60 കോടി ആളുകൾ, ചില അനൗപചാരിക കണക്കുകൾ അനുസരിച്ച് 66 കോടി വരെ ആളുകളാണ്. ഭാരതത്തിലെ ജനസംഖ്യ 142 കോടിയാണ്. അതിലേതാണ്ട് പകുതിയോളം അല്ലെങ്കിൽ 40-45% കുംഭമേളയിൽ പങ്കെടുത്തു. ഭാരതത്തിൽ നിന്ന് മാത്രമല്ല, ഇതൊരു ആഗോള സംഗമമാണ്, ആഗോള കൂടിവരവാണ്. ഇത് സംഭവിച്ചത് നൂറ്റാണ്ടുകൾ കൊണ്ട് തന്നെ ഉരുത്തിരിഞ്ഞു വന്നൊരു ആഗോള അനുഭവമാണെങ്കിൽ പോലും ഇപ്പോൾ അവസാനിച്ച ഫെബ്രുവരി മാസം, ഈ കഴിഞ്ഞ ആഴ്ച അവസാനിച്ച ഒരു ശിവരാത്രി ദിനത്തിൽ അവസാനിച്ച 6 ആഴ്ചകളിൽ ഏറ്റവും കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ്സ് അനുസരിച്ച് പോലും, തികച്ചും യാഥാസ്ഥികമായ കണക്കുകൾ അനുസരിച്ച് പോലും ആരും 40 കോടിയിൽ താഴെ ഒരു നമ്പർ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനർത്ഥം that many people came to പ്രയാഗ്രാജ്, പഴയ അലഹബാദ്. അപ്പൊ അവിടെ സംഘം, 3 പുണ്യ നദികൾ, 2 ഭൗതിക നദികളും ആകാശ ഗംഗ, ഇത് 3 സരസ്വതി നദിയും സമാഗമിക്കുന്ന ആ ഒരു പുണ്യ ഇടത്തേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ്. Why did they come and what did they get? ഒരുപക്ഷെ ഒരു ഐസിംഗ് ഓൺ ദ കേക്ക് എന്ന നിലയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് പറഞ്ഞ വാക്കുകളാണ് എന്നെ ഏറ്റവും അധികം ടച്ച് ചെയ്യുന്നത്. അത് ഇതാണ്: നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിച്ചുവോ, എന്ത് അനുഭവിക്കാൻ ആഗ്രഹിച്ചുവോ, അത് നിങ്ങൾക്ക് ലഭിച്ചു. ശവശരീരങ്ങൾ ഗംഗയിലൂടെ ഒഴുകി നടക്കുന്നത് കാണാൻ ആഗ്രഹിച്ചവർക്ക് അത് കാണാനായിട്ടുണ്ടാവാം. ചപ്പുചവറുകൾ, കുന്നുകൂടി കിടക്കുന്ന മൂലകൾ കാണാൻ ആഗ്രഹിച്ചു വന്നവർ അത് കണ്ടു, അത് മാത്രം കണ്ടു, മറ്റെല്ലാം തമസ്കരിക്കപ്പെട്ടു. ഗംഗയിൽ സ്നാനം നടത്തുന്നതിന്റെ പുണ്യ അനുഭവത്തിൽ പ്രവേശിക്കാൻ വന്നവർക്ക് അത് അനുഭവ വിദ്യമായി. അങ്ങനെ ആ ഒരു പുണ്യ നഗരത്തിൽ 144 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാമഹം അല്ലെങ്കിൽ മഹാകുംഭമേള, 12 വർഷത്തിലൊരിക്കലാണല്ലോ പൂർണ്ണ കുംഭമേളകൾ നടക്കുന്നത്. അങ്ങനെ 12 കുംഭമേളകൾ കഴിഞ്ഞ് 13ാമത്തെ കുംഭമേള പ്രയാഗ്രാജിൽ നടക്കുമ്പോൾ അത് 144 എന്ന സൈക്കിൾ പൂർത്തിയാവുകയാണ്. അത് ഒരു മനുഷ്യായുസ്സിൽ ഇനി നമുക്ക് സാധ്യമല്ല. ആ ഒരു അനുഭവം ഈ മനുഷ്യായുസ്സിൽ ഇനി സാധ്യമല്ല. ഒരുപക്ഷെ നമ്മുടെ സന്തതി പരമ്പരകളുടെ മനുഷ്യായുസ്സിലും സാധ്യമാവില്ല. ഇനി ഒരു 7 തലമുറ കഴിയണം അടുത്ത ഒരു പൂർണ്ണ ഈ ഒരു അർത്ഥത്തിൽ കുംഭമേള ഉണ്ടാകാൻ. അന്ന് ലോകത്തിന്റെ രീതിശാസ്ത്രങ്ങൾ പൂർണ്ണമായി മാറും. അപ്പോഴും സനാതന ധർമ്മം എന്നത് കാലാതീതമായി നീങ്ങുന്ന ആ ധർമ്മത്തിന്റെ അനുഭവം മുന്നോട്ട് പോകും. അതാണ് ഈ പറയുന്ന കുംഭമേളയുടെ ഒരു പ്രത്യേകത. ഇതെന്തുകൊണ്ട് നമ്മൾ വാർത്താ പ്രാധാന്യം, എപ്പോഴും പിന്നെ ഞാനൊരു മാധ്യമ രംഗത്ത് ഓരം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. പൂർണ്ണസമയ മാധ്യമ പ്രവർത്തകനല്ല, മാധ്യമങ്ങളിൽ എപ്പോഴും ചർച്ചകൾക്ക് വരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനിതിനെ കാണുന്ന ഒരു കാര്യമുണ്ട്. ക്ഷീരമുള്ള ഒരു അകട്ടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് പ്രധാനം എന്നതുപോലെ തന്നെയാണ് ഇതിനെല്ലാം രാഷ്ട്രീയവൽക്കരിക്കാൻ ഉള്ള ഒരു കുൽസിത ശ്രമം. അത് ഭാരതത്തിനകത്ത് നിന്ന് മാത്രമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
അത് ഭാരതത്തിനകത്ത് തീർച്ചയായും രാഷ്ട്രീയ പ്രതിയോഗി യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ പ്രഭാവം വർദ്ധിക്കുമോ? ഇത്ര ജനകോടികൾ ഒഴുകിയെത്തുന്ന പ്രയാഗ്രാജ് അത് നൽകുന്ന ഒരു വിസിബിലിറ്റി അതെങ്ങനെയാണ് ഒരു പക്ഷേ ഇപ്പോഴത്തെ എസ്റ്റാബ്ലിഷ്മെന്റിന് ദൃഢതയേകുന്നത്? അങ്ങനെയെങ്കിൽ അത് മോശമാണ്, പോരായ്മകളുണ്ട്, സംഘാടന മികവില്ലാത്ത ഒന്നാണ്, ഇത്രയും പേരെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല, പൂർണ്ണ പരാജയമാണ് എന്ന് കാണിക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. അതാരുടെ ആവശ്യമാണ്? യഥാർത്ഥത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജി അരുതാത്തൊരു വാക്കുപയോഗിച്ചു. ഇപ്പം മഹാമേള അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ കൂടിവരവിനെ മൃത്യുകുംഭം എന്ന് പറയുമ്പോൾ അതിനെ അർത്ഥമാക്കേണ്ടത് ഒരു സ്റ്റാമ്പീഡ് നടന്നു എന്നത് സ്വാഭാവികമാണ്. 60 കോടി ജനം പല സമയങ്ങളിലായി വരുമ്പോൾ ഒരു ലോ ഓഫ് ആവറേജ് എന്നൊരു കാര്യമുണ്ട്. അതിനകത്തൊരു ന്യായീകരണങ്ങളല്ല, ഒരു ലോ ഓഫ് ആവറേജ് എന്നൊരു കാര്യമുണ്ട്. അപ്പൊ ഏത് മനുഷ്യ സമാഗമങ്ങളിലും 100% കമ്പ്യൂട്ടർ പ്രസിഷനോടുകൂടി ഒരു കാര്യം നടത്താനാവില്ല എന്ന് നമുക്കറിയാം. അത് മനുഷ്യ സാധ്യവുമല്ല. ഇപ്പൊ ഡൽഹിയിലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന വലിയ തോതിലുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു അനൗൺസ്മെന്റിൽ വന്നൊരു കൺഫ്യൂഷനാണ്. ആരും ഡെലിബറേറ്റായി ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുപോലെ ഈ രാജ്യത്തിൽ വെച്ച് നടന്ന ചെറിയ തോതിലുള്ള സ്റ്റാമ്പീഡ്, ഇതിലൊക്കെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അപ്പൊ ഈ അമൃതാകുന്ന കുംഭം, ആ കുംഭത്തെ മൃത്യുകുംഭമായി തുച്ഛീകരിക്കുന്ന രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അമൃതകുംഭത്തെ അല്ലെങ്കിൽ ആ അനുഭവത്തെ, ഈ ത്രിവേണി സംഗമം, അതിൽ മുങ്ങി കുളിച്ച് മുജ്ജന്മ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്ന നിർവൃത്തിയിലേക്ക് മനുഷ്യ മനസ്സുകളെ കൊണ്ടെത്തിക്കുന്ന അനുഭവത്തെ മൃത്യുവിന്റെ അനുഭവമായി വക്രീകരിക്കുന്ന, ചിത്രീകരിക്കുന്ന ചില കുശാഗ്ര ബുദ്ധികളുണ്ട്. അത് ഏറ്റുപിടിക്കുന്ന ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശ്രീ അഖിലേഷ് യാദവിനെ പോലെ, അതുപോലെ ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള ചില ചെറിയ മനസ്സുകളുമുണ്ട്. മല്ലികാർജുൻ ഖാർഗെ അതിന്റെ രാഷ്ട്രീയം, അതിൽ ഒരു സാധ്യത കണ്ടെത്തി. കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ ആരാധ്യനായ നേതാവാണ്, AICC പ്രസിഡന്റുമാണ്. ഖാർഗെജിയുടെ ഒരു വാക്ക്, അതും ഒരുപക്ഷെ ആ അനുഭവത്തിന്റെ യുക്തിക്ക് ചേർന്നതായോ എന്ന സംശയമുണ്ട്. അവിടെയും കുംഭമേളയ്ക്ക് പോയാൽ, കുംഭമേളയിൽ പങ്കെടുത്താൽ ഭാരതത്തിന്റെ പട്ടിണി മാറുമോ? ഇതൊരു ദൈവാനുഗ്രഹത്തെ, ഈശ്വര ചൈതന്യത്തെ സിരകളിൽ ആവാഹിക്കുന്ന ഒരു ജനത. ആ അനുഭവത്തിനായി ചെല്ലുമ്പോൾ അവിടെ ഭൗതികമായ അളവ് കോല് കൊണ്ട് മാത്രം ആ ദൈവ ചൈതന്യത്തെ അളക്കുന്ന തുച്ഛ മനസ്സുകൾ എന്ന രീതിയിലാണ്. അപ്പൊ ഇവിടെ കാണട്ടെ എന്താണ് സനാതനധർമ്മത്തെ, ഒരുപാട് സനാതനധർമ്മത്തെ വിമർശനപരമായി കണ്ട കുറച്ച് കാലമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഉദയനിധി സ്റ്റാലിൻ ഉയർത്തിവിട്ട ഒരു വിവാദം തമിഴ്നാടിന്റെ ഭാഗത്ത്, അതൊരു തീർച്ചയായും അതിന്റെ സ്റ്റാലിൻ്റെതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. ഈ തമിഴകം, പ്രാചീന തമിഴകം എപ്പോഴും ഒരു ചെറിയ അകലം പാലിച്ചിരുന്നു. ഏഴിൽ മലകൾക്ക് മുകളിലുള്ള വടക്കുള്ള ഭാഗത്തെ ഒരു സംസ്കൃതിയുമായി ചെറിയ അകലം പാലിച്ചിരുന്നു എന്നതിൻ്റെ ആധുനിക ദ്രവീഡിയൻ ആവിഷ്കാരമാകാം ഒരുപക്ഷെ രാഷ്ട്രീയ ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്ന് വന്നത്. പക്ഷേ അവിടെയും ഉണ്ടായ ഒരു പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ സനാതന ധർമ്മത്തിന്റെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ സ്റ്റാലിൻ ആ ഒരു പരാമർശം നടത്തി. എന്നാൽ അതിനുള്ള മറുപടി കുംഭമേളയായിരുന്നു എന്നാണ് എൻ്റെ ഒരു സനാതന ധർമ്മത്തിന്റെ വിശാലമായ അർത്ഥതലങ്ങൾ, വാക്കുകൾ കൂടിയുണ്ടല്ല, അനുഭവത്തിലൂടെ, ജീവിതത്തിലൂടെ, ദൃശ്യാവിഷ്കാരത്തിലൂടെ കാട്ടിക്കൊടുത്ത ഒരു വലിയ, ഇനിയിപ്പോ അങ്ങനെ ഒരു വിവാദം വരേണ്ട കാര്യമില്ല, ഒരു രാഷ്ട്രമീമാംസകൻ കൂടിയായ എനിക്കുണ്ട്. കാരണം അമേരിക്ക ഈസ് ബിൽറ്റ് ഓൺ an artificial plank. The United States of America, the so-called numero uno country, with all its arrogance, with all its obscurantist thoughts, built on a very shallow foundation of money. It's not spirituality. In God we trust എന്ന് ഡോളറിന്റെ മുകളിൽ എഴുതി വയ്ക്കാം എന്നല്ലാതെ
The trust that an average American at the moment manifests through the president, Donald Trump, is just business. Nothing more than business. എല്ലാം ബിസിനസ്സാണ്. ബിസിനസിന്റെ സമ്പത്തിന്റെ ഭാഷ മാത്രം മനസ്സിലാക്കുന്ന ഒരു ട്രാൻസ് അറ്റ്ലാന്റിക്, അതിൽ നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിനെ ഞാൻ മാറ്റി നിർത്തുന്നില്ല. അവിടെ പടിഞ്ഞാറൻ യൂറോപ്പിന്റെ ജനസംഖ്യ ഒരുപക്ഷെ എൻറ്റയർ യൂറോപ്പിന്റെ ജനസംഖ്യയാണ് ഈ പറയുന്ന 66 കോടി ആളുകൾ എന്ന് പറയുന്നത്. That many people were hosted in one grand city. പുണ്യനഗരമായ ഗംഗാ തീരത്ത്, യമുനാ തീരത്ത്, ആകാശ ഗംഗാ തീരത്ത്, അസംഗമ വേദിയിൽ, അലഹബാദിൽ, പ്രയാഗ്രാജിൽ ഒത്തുകൂടുന്നു എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ ആതിഥ്യം. അപ്പൊ ഇത് ഭാരതീയരാണ്. കേരളത്തിൽ നിന്ന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കുംഭമേള അല്ലേ, അതിന് ഉത്തർപ്രദേശിലെ പിന്നെ ബീഹാറിലെ ആളുകളൊക്കെ പോകുന്ന കിട്ടമല്ലേ. കുംഭമേളക്ക് ഇവിടെ നിന്ന് പോയ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പണ്ടൊന്നും ഞാൻ അങ്ങനെ ഒരു കേട്ടുകേൾവി ഇല്ല കേട്ടോ. പിന്നെ അന്നുണ്ടായിരുന്ന ഒരു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അത് മഹാഋഷിമാർ, മുനിവര്യന്മാർ ഒത്തുകൂടുന്ന, അഖാഡകളുടെ പ്രതിനിധികൾ ഒത്തുകൂടുന്ന ഒരു മഹാസംഗമ വേദി. ആ രീതിയിലെ ഒരു സ്പിരിച്വൽ ഒരു ഇതാണ്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആകാശവും ഭൂമിയും ഒന്നാകുന്ന സന്യാസി വര്യന്മാർക്കും മുനിശ്രേഷ്ഠന്മാർക്കും സാധാരണക്കാർക്കും നേരത്തെ ഇവിടെ പറഞ്ഞ ഗൃഹസ്ഥാശ്രമികൾക്കും ഒരുമിച്ച് പാർക്കാൻ ഇടം. ആ പാർപ്പിടം ശരിയാവില്ല. മുൻകൂട്ടി വിധി എഴുതി, ചില വിധികർത്താക്കൾ മുൻകൂട്ടി വിധി എഴുതി ആ പാർപ്പിടം ശരിയാവില്ല, അവർക്ക് അധിവസിക്കാനാവില്ല. കോളിഫോം ബാക്ടീരിയ ഉണ്ടാവും. ഗംഗാജലം മലിനമായിരിക്കുന്നു, മലീമസമായിരിക്കുന്നു. മനസ്സിലെ മലീമസമായ ചിന്തകൾ വാക്കുകളുടെ രൂപത്തിൽ ജലത്തെ മലീമസമാക്കുന്ന അനുഭവം. ഈ അനുഭവം ശരിയാണ്. കോളിഫോം ബാക്ടീരിയ അളന്ന് തിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും വലിയ മാനവ സംഗമങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ ലെവൽ മേ ബി ഓൺ എ ഹയർ സൈഡ്, ദാറ്റ് ഈസ് സർട്ടൻ. പക്ഷെ അവിടെ പ്രവർത്തിച്ച ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ മൂവിംഗ് ടോയ്ലറ്റ്സ്. അത് പറഞ്ഞു കേട്ട വിവരങ്ങളാണ്. ഞാൻ വിഷ്വൽസ് കാണുകയും ചെയ്തു. 1.5 ലക്ഷം ബയോ ടോയ്ലറ്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. 750 മെട്രിക് ടൺ ജൈവ മാലിന്യമാണ് ഓരോ ദിവസവും പ്ലാന്റുകളിൽ സംസ്കരിച്ചത്. Elaborate arrangements were made. ഒന്നാം തരം സംവിധാനങ്ങൾ ഒരുക്കാൻ UP സർക്കാരിന് കഴിഞ്ഞു എന്നത് തീരെ വില കുറച്ച് കാണാനാവുന്ന കാര്യമല്ല. യോഗി ആദിത്യനാഥിനും ഗ്രൂപ്പിനും തീർച്ചയായും സംഘടിപ്പിച്ച ഹോസ്റ്റ് ഗവൺമെന്റ് എന്ന രീതിയിൽ അഭിമാനിക്കാൻ തീർച്ചയായും വകയുണ്ട്. കുംഭമേളയ്ക്ക് വരുന്ന ആളുകളെ തിരിച്ചയക്കാനായി യാത്രാ സൗകര്യത്തിന്റെ രൂപത്തിൽ 350 സ്പെഷ്യൽ ട്രെയിനുകളാണ്. അപ്പോൾ തീർച്ചയായും മണിക്കൂർ കണക്കിന് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. തീർച്ചയായും 20 കിലോമീറ്ററിലധികം നടക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. പലർക്കും പരിമിതമായ സ്ഥല സൗകര്യങ്ങളിൽ കഴിഞ്ഞുകൂടേണ്ടി വന്നിട്ടുണ്ടാവാം. പോർട്ടബിൾ ടെന്റുകളിലായിരുന്നു വാസം ഒരുക്കിയിരുന്നത്. ആ പോർട്ടബിൾ ടെന്റ് എന്ന് പറയുന്നത് എത്രത്തോളം ശ്രമകരമായ കാര്യമാണ്. അതിനേക്കാൾ I wish to give a big salute to the volunteers. Lakhs of them, ലക്ഷക്കണക്കിന് വോളണ്ടിയേഴ്സ്, ഒരു നയ പൈസ പ്രതിഫലം പറ്റാത്ത മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളായ വ്യക്തികൾ, ലക്ഷക്കണക്കിന് വോളണ്ടിയേഴ്സിന്റെ ആത്മാർത്ഥമായ പ്രയത്നം. ഒരു ചെറിയ, ഞങ്ങളിവിടെ യോഗം തുടങ്ങുന്നതിന് മുൻപ് ഞാനും സ്നേഹിതനും കൂടി ഒരു കഥ പറയുന്നത്, ഒരു കാര്യം കലക്കാൻ എളുപ്പമാണ്, ഒരു വലിയ മേള കലക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഒരു ചെറിയ ആന ഇടഞ്ഞാൽ യോഗം എങ്ങനെ കലങ്ങും, കൂടിവരവുകൾ എങ്ങനെ കലങ്ങാം എന്നതും, ഒരു നീർക്കോലിയെ വിട്ടാൽ പോലും സ്റ്റാമ്പീഡ് ഉണ്ടാകും, ആയിരക്കണക്കിന് ആളുകൾ മരിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നതും ഒക്കെ ഞങ്ങളിങ്ങനെ ഭംഗിയാന്തരേണ പറഞ്ഞു. അങ്ങനെയൊന്നും സംഭവിക്കാതെ അത്രയും വലിയൊരു കൂട്ടിവരവിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ മൈ പോയിന്റ് ഇസ് ദിസ്: കുംഭമേള is once in a lifetime affair.
there was absolutely no need to politicize it. അപ്പം അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല കേന്ദ്ര സർക്കാരിന് അല്ലെ സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്നും ഒരു രാമക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്നതിന് ഉപരിയായ ഒരു പൊളിറ്റിക്കൽ മൈലേജ് കിട്ടണം എന്നില്ല. അങ്ങനെ കിട്ടണമെന്നില്ല. അതിൻ്റെ രാഷ്ട്രീയ യുക്തിയാണ്. അത് മാത്രമല്ല, ഒരുപാട് വിമർശനങ്ങളും പരാജയ സാധ്യതകളും രാമക്ഷേത്രം പോലെയല്ല ഇത്. വലിയ കൂടിവരവാണ്. ആ രീതിയിൽ തീർച്ചയായും ഒരുപക്ഷെ നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ്സ് ഫാസ്റ്റർ ദാൻ ദ പോസിറ്റീവ് ന്യൂസ്. ഓൾവേസ് ഞങ്ങൾക്ക് വാർത്തയുടെ ലോകത്ത് ഇപ്പം നമ്മുടെ ആങ്കർ ശ്യാമും ഒക്കെ വാർത്തയുടെ ലോകത്ത് ഇതിനകത്ത് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ വാർത്തയാകുന്നുള്ളൂ. പോസിറ്റീവ് കാര്യങ്ങൾ കുംഭമേള ഭംഗിയായി പര്യവസാനിച്ചു. ഒരു പത്രത്തിൽ ഒരു വാർത്തയും അത് വാർത്തയല്ല, അങ്ങനെ പര്യവസാനിച്ചല്ലോ. ഒരു ചെറിയ ഭാഗപ്പിഴ എവിടെയോ വന്നു, മനഃപൂർവ്വമോ അല്ലാതെയോ, വളരെ വലിയ വാർത്തയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ കുംഭമേള കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭാരതം എന്ത് നേടി? ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് the arrival of civilizational India as a stronger cohesive entity, not just political entity, as a cultural entity. ബുദ്ധിമുട്ടാണ്. സാംസ്കാരിക ചൈതന്യമുള്ള ഒരു ദേശത്തെ കീഴടക്കാൻ, തമസ്കരിക്കാൻ, പാർശ്വവൽക്കരിക്കാൻ എളുപ്പമല്ല. ഭൗതിക സമ്പൃദ്ധിയിൽ നിന്നുകൊണ്ട് നമുക്ക് കീഴടക്കാം. പക്ഷേ ആധ്യാത്മിക നിറവിൽ നിൽക്കുന്ന ഒരു ജനതയെ, ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, ഇതിലൊരു വിശാല അർത്ഥത്തിലാണ് ഒരു സാംസ്കാരിക പൈതൃകം. ആ പൈതൃകത്തിന്റെ, ഭാരതീയ പൈതൃകത്തിന്റെ ഭാഗമാണ് ഭാരതത്തിൽ താമസിക്കുന്ന എല്ലാവരും. ആ ഒരു ചൈതന്യത്തിന്റെ ഭാഗമാണ്. അല്ലാതെ അതിനകത്തൊരു മതത്തിന്റെ പരിപ്രേക്ഷ്യം മാത്രം തുച്ഛമായി കടന്നുകൂടിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ലോകത്തിന്റെ ഹയറാർക്കി മാറി മറിയുന്നത് നമ്മൾ സ്വല്പം ജട്ടലോടുകൂടിയും കുറച്ച് സാധ്യതാപരമായും വിലയിരുത്തിയ ഒരാളാണ് ഞാൻ. കൃത്യം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ പ്രവേശിച്ച ദിവസം മുതൽ അതിൻ്റെ ഒരു സാധ്യതകളെ കുറിച്ചുള്ള കൂലങ്കക്ഷമായ സാധ്യതകളുണ്ട്. ഞാൻ 4 വർഷങ്ങളെയാണ് പ്രധാനമായി ഈ ചേഞ്ച്, പാരഡൈം ഷിഫ്റ്റിന്റെ വർഷങ്ങളായി കാണുന്നത്. One is 1945, when a new world order came, the deconstruction of the world after decolonization. അത് കഴിഞ്ഞ് ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഉണ്ടായി. ലോകരാജ്യങ്ങളുടെ എണ്ണം 40-45 എന്നതിൽ നിന്നും 150-ലധികം ലോകരാജ്യങ്ങളായി പെട്ടെന്ന് മാറുകയാണ്. ലോകത്തിന്റെ ഷേപ്പ് തന്നെ മാറുകയാണ്. പൊളിറ്റിക്കൽ ജിയോഗ്രഫി മാറുകയാണ്. ഒരു ബൈപോളാറിസം വിത്ത് കോൾഡ് വാർ വരികയാണ്. പിന്നീട് ആ ഒരു ക്രമം മാറുന്നത് 1990-91 സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷനോടുകൂടി യെറ്റ് അനദർ വേൾഡ് ഓർഡർ. നമുക്കൊക്കെ അറിയാം മുൻകാലങ്ങളിലെ ലോകക്രമങ്ങൾ പക്സ് റൊമാന, റോമൻ പീസ്, അല്ലെങ്കിൽ റോമ സാമ്രാജ്യം കത്തി നിന്ന അഗസ്റ്റസ് സീസറിന്റെ, ജൂലിയസ് സീസറിന്റെ, ഒക്ടേവിയൻ സീസറിന്റെ, കലിഗുളയുടെ ഒക്കെ കാലഘട്ടം ഒരിക്കലും അവസാനിക്കില്ല എന്ന് കരുതിയിരുന്ന റോമൻ സമാധാനം തകർന്ന് തരിപ്പണമായി. അതൊക്കെ സഹസ്രാബ്ദങ്ങൾ, നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നു. പക്സ് ബ്രിട്ടാനിക്ക, ബ്രിട്ടീഷ് പീസ്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സമാധാനം, ആ ക്രമം അതും 2-3 നൂറ്റാണ്ടുകൾക്കുള്ളിൽ തകർന്നു വീണു. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്രമങ്ങൾ തകർന്നു വീഴുന്നതിന് 10 പതിറ്റാണ്ടുകൾ എടുത്തിട്ടുള്ളൂ. 1945 മുതൽ 1991 വരെയുള്ള 10-45 വർഷത്തെ കാലഘട്ടം. അതിനുശേഷം 2008 മറ്റൊന്ന് സംഭവിച്ചു. ഒന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ അറൈവ്സ് ഓൺ ദി ബിഗർ സ്ക്രീൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ എ റിയൽ സിവിലൈസേഷൻ വേ. അതിന് കാരണം എന്ന് പറയുന്നത് ഗ്ലോബൽ റിസെഷനാണ്. 2008-9 കാലഘട്ടത്തിൽ നടന്ന ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്നുകൊണ്ട് നമ്മൾ G20 റെജിമെന്റെ ഭാഗമായി ലോകത്തെ ഏറ്റവും മുന്തിയ 20 രാജ്യങ്ങൾ, അത് വ്യാവസായികമായി വളർച്ചയുള്ളതും സമ്പദ് വ്യവസ്ഥയ്ക്ക് സ്റ്റെബിലിറ്റി ഉള്ളതുമായ 20 രാജ്യങ്ങളിൽ ഒന്നായി മാറി. ഇന്ന് നമ്മൾ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഇത് നമ്മൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമല്ല. There are forces. Let me tell you, there are forces. They are waiting in the wings to ensure that India doesn't go forward from here. ഇന്ത്യയുടെ വലിപ്പം
ജനസംഖ്യാപരമായ വലിപ്പം ആത്യന്തികമായി നമ്മുടെ ഡൗൺഫോളിൽ കലാശിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇതിന് പുറത്ത് ചിലർക്ക്. പക്ഷെ 2025 ഡൊണാൾഡ് ട്രംപിന്റെ വരവോടുകൂടി ചെറിയ മാറ്റമുണ്ടായി. അപ്പൊ ഈ നൂൽപാലത്തിലൂടെയാണ് ലോകം ഇപ്പോൾ നടക്കുന്നത്. അവിടെ റഷ്യ, അമേരിക്ക ഒരു ആക്സസ് എന്ന് പറയാനായില്ല എങ്കിൽ പോലും ബോൺ ഹോമി അത് അൽപായുസായിരിക്കുമെന്ന് എൻ്റെ ചിന്ത. അൽപായുസ് തന്നെ ആയിരിക്കട്ടെ. പക്ഷേ മറുവശത്ത് ഇന്ത്യ ഇസ് നൗ ലുക്കിംഗ് ഫോർ ഓപ്ഷൻസ്. അന്ധമായ ഒരു അമേരിക്ക അനുകൂലമോ പഴയ കാലത്തെ പോലെ റഷ്യ അനുകൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ കണ്ടുകൊണ്ടല്ല, മറിച്ച് സ്വന്തം കേപ്പബിലിറ്റീസ്. ബട്ട് വൺ കേപ്പബിലിറ്റി, അത് പറയാൻ ഇത്രയും ദീർഘമായ ഒരു ബിൽഡപ്പ് ഞാൻ കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. വൺ കേപ്പബിലിറ്റി, ദാറ്റ് കേപ്പബിലിറ്റി is called the soft power. You and I, the human resource with its spiritual purification is the soft power. നമ്മൾ കാണുന്ന മൃദു ശക്തി എന്ന് പറയുന്നത് സിവിലൈസേഷൻ. ഇന്ത്യ does not live in India alone. India's diaspora now lives in the United States, in Europe, in Australia, in Canada, everywhere. ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇന്ത്യയുടെ സ്പിരിച്വാലിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇന്ത്യൻ ഡയസ്പോറയുടെ ആത്യന്തികമായ വർത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകക്രമത്തെ അളക്കാൻ ആവാത്ത ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. 5ാമത്തെ സമ്പദ് വ്യവസ്ഥ അത് 3ാമത്തേതായി മാറും. 5-10 വർഷത്തിനുള്ളിൽ 3ാമത്തെ സമ്പദ് വ്യവസ്ഥ ആയിട്ട് മാറും. അതിൽ അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ദ സോഫ്റ്റ് പവർ വിൽ റിമെയിൻ. നമ്മുടെ ബുദ്ധിസം, നമ്മുടെ ആയുർവേദം, നമ്മുടെ യോഗ, നമ്മുടെ ജനം, പ്ലൂറലിസ്റ്റിക് പീപ്പിൾ, ദിസ് ഈസ് ദ പവർ ഓഫ് ഇന്ത്യ. ആ ഒരു സിവിലൈസേഷൻ ഇന്ത്യയുടെ ആഗമനം കണ്ടു. ജാതി മത വർഗ ഭാഷാ ഭേദമന്യേ ഗംഗാ നദിയുടെ മടിത്തട്ടിൽ, യമുനാ നദിയുടെ മടിത്തട്ടിൽ, സരസ്വതി നദിയുടെ മടിത്തട്ടിൽ ആ മഹാകൂടിവരവിലൂടെ ഒരു പുനർജനി. ഭാരതമിതാ, നവഭാരതമിതാ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിന് മരണമില്ല എന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു 2025 സമാപിച്ച മഹാകുംഭമേള. താങ്ക് യു വെരി മച്ച്. വളരെയധികം നന്ദി ശ്രീ മോഹൻ വർഗീസ് സാർ. ഒരുപക്ഷെ ഇതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ എന്റെ മനസ്സിലേക്ക് കൂടി വരുന്ന ഒരു കാര്യം, 2014 ഒരുപക്ഷെ നരേന്ദ്രൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നും കൂടി ഒരു ബിന്ദു എന്ന രീതിയിൽ നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. അടുത്തതായി പൊളിറ്റിക്സ് ആണ്, കൃത്യമായ പൊളിറ്റിക്സ്. എന്തുകൊണ്ട് കുംഭമേളയെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, അതിന് പിന്നിലുള്ള പൊളിറ്റിക്സ് അത് തന്നെയാണ്. അത് ശ്രീ മോഹൻ വർഗീസ് സാർ ഒരു സൂചന തന്നു. ദേശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ വലിയ രീതിയിൽ വിരളി പിടിക്കുന്ന, ബേജാറാവുന്ന കുറച്ചു പേർ, അതിനപ്പുറത്തേക്കുള്ള പൊളിറ്റിക്സ് കൃത്യമായി നമ്മളുമായി പങ്കുവയ്ക്കാൻ ശ്രീ സജു തേട്ട ചേരുകയാണ്. സജു വേദിയിലും സംസാരിച്ചിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ശ്യാമ പറഞ്ഞതുപോലെ പൊളിറ്റിക്സ് ഇതിനകത്ത് കൃത്യമായി കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ട ഒരു സംഭവം. അതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു ചെറിയ കുറ്റബോധത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ ഇരിക്കുന്നത്. കാര്യം 2 അവസരങ്ങൾ എനിക്ക് കിട്ടിയതാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ. പക്ഷേ 2 പ്രാവശ്യവും പോകാൻ പറ്റിയില്ല. ഒന്ന് ഔദ്യോഗിക തിരക്ക് കാരണമാണെങ്കിൽ, രണ്ടാമത് വ്യക്തിപരമായ കാരണം കൊണ്ട്. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെയും ഇതിന്റെ വാർത്തകൾ കൃത്യമായി നിരീക്ഷിക്കുകയും ഇതിൽ പങ്കെടുത്തവരുമായി നിരവധി ഇന്റർവ്യൂസ് എടുക്കാനും ഒക്കെ ഉള്ള അവസരം കിട്ടി. ഏറ്റവും കൂടുതൽ ഇന്നലെ അമേരിക്കയിൽ നിന്ന് ഈ ഒരു കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന കോalition ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന ഒരു സംഘടനയുടെ അംഗം കൂടിയായ ഒരു ശ്രീമതി സുധ ജഗന്നാഥ്, അവരുമായിട്ട് ഇന്നലെ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ എത്തിയ ഒരു ഫീല് തന്നെയാണ് കിട്ടിയത്. ശരിക്കും വല്ലാത്ത ഒരു മിസ് തന്നെയാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഒരു പൂർണ്ണ ബോധത്തോടുകൂടി തന്നെയാണ് അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞു, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മളിപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നലത്തെ ആ ഒരു വാർത്ത. അതില് അത് അവതരിപ്പിച്ച അവതാരക അവരുടെ ഇതിനോടുള്ള ഒരു എതിർ
എതിർപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ അതിന്റെ സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാകും. ഒരിടത്ത് അവർ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഏകദേശം 100ഓളം മലയാളികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം 100 പേരാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളതെന്ന്. അപ്പൊ അങ്ങനെ അവർ സ്വയം നിർവൃതി അടയുകയാണ് അതിന്റെ സംഖ്യ പോലും കുറച്ചുകൊണ്ട്. അപ്പൊ അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു വാർത്ത പടച്ചുവിടുമ്പോൾ അത് ആരെയാണ് സൂചിപ്പിക്കാൻ നോക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള സ്ട്രോങ് നരേറ്റീവുകൾ ഇവിടെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതങ്ങൾ. പക്ഷെ കാലം ഇപ്പോൾ പഴയതുപോലെയല്ല. ഇന്ന് എല്ലാവരും അവരുടെ വിരൽത്തുമ്പിൽ തന്നെ എഡിറ്റിംഗ് സംവിധാനങ്ങളുണ്ട്, കൃത്യമായ വാർത്തകൾ എത്താനുള്ള ഉറവിടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് നരേറ്റീവ്സിന് ഇന്നത്തെ കാലത്ത് വലിയ സ്ഥാനമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമുക്കറിയാം കേരളത്തിൽ തന്നെയുള്ള നിരവധി കാര്യങ്ങൾക്ക് ഉണ്ടാക്കിയ തെറ്റായ ആഖ്യാനങ്ങൾ, അതൊക്കെ ഒരു ദിവസം വരുന്നു, തൊട്ടടുത്ത ദിവസം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇത് വിറ്റുപോകുന്നില്ല എന്ന് കാണുമ്പോഴാണ് പിന്നെ എന്തെന്നുള്ള സ്ഥിതി. ഇത് ഇന്നലെ ഈ വിഷയം ആ ചാനൽ എടുക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കത്തി നിൽക്കുന്ന ലൈംലൈറ്റിൽ നിൽക്കുന്ന വിഷയം എന്താണെന്ന് കൂടി ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി അവർക്കില്ലാതെ പോയി. അപ്പൊ ഞാനത് വിചാരിച്ചത് കുറച്ച് നേരത്തെ എടുത്തു വെച്ചതായിരിക്കും. ഇല്ല, അതിന്റെ കണക്കുകളൊക്കെ പറയുന്നത് ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയും പത്രങ്ങളിൽ വന്ന കണക്കുകൾ വെച്ചിട്ടാണ് ആ ഒരു ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇന്നലെ തന്നെ രാവിലെ എങ്ങാനും ഷൂട്ട് ചെയ്തതായിരിക്കണം എന്റെ ആങ്കർ പോർഷൻ. അപ്പോൾ ഇത് കൃത്യമായ ഒരു തീരുമാനം, ഒരു അജണ്ട ഇതിന് പിന്നിലുള്ള ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ കുംഭമേളയുടെ നടത്തിപ്പുമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നേരത്തെ ഇതിന്റെ ആമുഖത്തിൽ ശ്യാം പറഞ്ഞു DK ശിവകുമാറിന്റെ ഒരു അവസ്ഥ. ഹിന്ദുവാണെന്ന് പറയാൻ, അല്ലെ, അത് ഒരു ഹിന്ദു ഭയപ്പെടുന്ന അവസ്ഥ. അതൊന്നും വളരെയധികം ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആചാരങ്ങളെ നോക്കിക്കാണുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം സദ്ഗുരുവിന്റെ കോയമ്പത്തൂരിൽ നടന്ന പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അപ്പോ ഇപ്പോ അദ്ദേഹത്തോട് അതിനുള്ള ഒരു വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് പാർട്ടി. ഈ BJPയും മോദിയും യോഗിയൊക്കെ കാണുമ്പോഴാണ് കോൺഗ്രസിന് മൊത്തം ഈ ഹിന്ദുക്കളുടെ ആചാരത്തെ മൊത്തം രാഷ്ട്രീയപരമായി അവർ ചിന്തിക്കുന്നത്. അവർ പറയുന്നത് മൊത്തത്തിൽ ഹിന്ദുക്കളെ BJP എന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ മറുവശം കൂടി ചിന്തിക്കണം. കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധതയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പ്രത്യേകിച്ചും അടുത്ത കുറച്ച് ദിവസങ്ങളിലെങ്കിലും ഹിന്ദു ഭൂമിയിൽ നോർത്തിൽ ഇത് വളരെയധികം ചർച്ചയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കുംഭമേളയുടെ തുടക്കം മുതൽ നമ്മൾ കാണുന്ന ഏറ്റവും ഒരു നല്ല കാര്യം, ഇതിൽ കൂടുതലും ഈ അവസാന നിമിഷമാണ് ഈ നെഗറ്റീവ് സ്റ്റോറീസ് ഒരുപാട് ഉണ്ടെങ്കിലും പോസിറ്റീവ് സ്റ്റോറീസ് ആണ് ഏറ്റവും കൂടുതൽ ആദ്യമേ വന്നു തുടങ്ങിയത്. അതിന് കാരണം ഒരു പരിധി വരെ നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ്. കാര്യം പണ്ട് കാലങ്ങളിലെ പോലെ അല്ല. പണ്ട് നമ്മളൊരു കുംഭമേളയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി കാണണം, അല്ലെങ്കിൽ കുംഭമേളയെ കുറിച്ചുള്ള ഒരു വിഷ്വൽ കാണണമെങ്കിൽ നമ്മൾ നാഷണൽ ജിയോഗ്രാഫിക്കിന്റെയോ അല്ലെങ്കിൽ BBC-യുടെ ഡോക്യുമെന്ററി കാണണമായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെ കുറവായിരുന്നു. അവിടെ പോയി ഈ നാഗസന്യാസിമാരുടെ നഗ്നത പറഞ്ഞുകൊണ്ട് വാർത്ത ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കൂട്ടം പാപ്പരാസികൾ മാത്രമാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോ അതിൻ്റെ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് ഈ പോയ കുംഭമേള ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ അവസാന നിമിഷം വരെയും വലിയ നെഗറ്റീവ് വാർത്തകൾ അതിനകത്ത് വന്നിട്ടില്ല, അല്ലെ? അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ഓരോ വശം ചിന്തിക്കുമ്പോഴും ഇപ്പോ അന്ന് സ്റ്റാമ്പേർഡ് ഉണ്ടായ സമയത്ത് പോലും അത് ആദ്യം വലിയ വാർത്തയായി വന്നില്ല. അത് കുംഭമേളയിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞത് അവിടെ നിന്നവരാരും ആ വാർത്ത അറിഞ്ഞിട്ടില്ല. അവര് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ വാർത്ത അറിഞ്ഞിട്ടുള്ളത്. അപ്പോ അതൊക്കെ കൺട്രോൾ ചെയ്ത് പോകുന്നതിലൊക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗവൺമെന്റിനായാലും അല്ലെങ്കിൽ കൈകാര്യം ചെയ്തവർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മഹാമണ്ഡലേശ്വരമായിട്ടും കഴിഞ്ഞ ഒരു ദിവസം സംസാരിക്കാനിടയായി. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതിന്റെ ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ ആൾക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ പോയിരുന്നു. വളരെ നേരത്തെ 1 വർഷത്തിനിപ്പുറം തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു പങ്ക്, പ്രാതിനിധ്യം അതിനുണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളുടെ ടൂറിസം വളർത്താനും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കൂടിയുള്ള ഒരു വേദിയാണ്. അതിന്റെ ഭാഗമായി ഒരു കൂട്ടർ നമ്മുടെ തലസ്ഥാനത്ത് വന്നിരുന്നു, സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് മീറ്റിംഗ് നടത്തിയിട്ട് പോവുകയും ചെയ്തു. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല, ഇതൊന്നും വാർത്തയായിട്ടില്ല. പക്ഷേ അവിടെ പോയപ്പോൾ ജമ്മു കാശ്മീരിന്റെ ഗവൺമെന്റിന്റെ ടൂറിസത്തിന്റെ പരസ്യമുണ്ട്.
തൊട്ടപ്പുറത്ത് മറ്റ് മധ്യപ്രദേശിന്റെ ഉണ്ട്, മഹാരാഷ്ട്ര അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അവിടെ കഥകളി രൂപമുള്ള ഒരു കേരളത്തിന്റെ ഫ്ലക്സ് കാണാൻ എനിക്ക് മോഹം തോന്നി എന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ യാതൊരു കാര്യങ്ങളും അവിടെ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ ടൂറിസം ഭാരതത്തിന് എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണെന്ന് പറയാതെ പറഞ്ഞ് കാണിച്ചു തരികയാണ് നമുക്ക് മോദിയും യോഗിയും ഒക്കെ ചെയ്യുന്നത്. ഭാരതം വളരാൻ പോകുന്നത് ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ടോ അല്ലെങ്കിൽ ISRO ഒക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല നമ്മൾ വികസിക്കാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ ഭൂമിയിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ തനത് സംസ്കാരത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ സ്പിരിച്വൽ ടൂറിസം എന്നുള്ളത്. അത് മറ്റു ടൂറിസം പോലും അല്ല. ഈ സ്പിരിച്വൽ ടൂറിസം എന്നുള്ളത് അതിന്റെ അന്തരാത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാകണം അങ്ങോട്ടേക്ക് കടന്നു ചെല്ലേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അത് പടിപടിയായിട്ടാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. 2014 മുമ്പും ഇവിടെ ഭരിച്ച ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു, വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം. എന്തേ ഇതൊന്നും വന്നില്ല? രാമായണത്തിന്റെ വേരോട്ടമുള്ള മണ്ണാണല്ലോ. എത്രയോ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഉത്തർപ്രദേശിൽ തന്നെ, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് മുതൽ നമ്മുടെ കന്യാകുമാരി വരെ രാമായണവുമായി ബന്ധപ്പെട്ട എത്രയോ പ്രദേശങ്ങളുണ്ട്. എന്ത് ചെയ്തു സർക്കാർ? തൊട്ടപ്പുറത്ത് ശ്രീലങ്കയിലുണ്ട് രാമായണവുമായി ബന്ധപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. അപ്പോ അതാണ്, കാലാകാലങ്ങളിൽ ഒന്നും ചെയ്തിട്ടുമില്ല. പിന്നീട് ഇവിടെ കുറെ സ്ട്രോങ് നെറേറ്റീവുകൾ ഉണ്ടാക്കി. കോളിഫോം ബാക്ടീരിയയുടെ കാര്യവും ജലത്തിന്റെ അത് പറയുമ്പോൾ എനിക്ക് ആ ഫുട്ബോളറുടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് നമ്മുടെ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് ഒരു ദിവസം കുളിക്കാൻ. നിരവധി വാർത്താ മാധ്യമങ്ങൾ, ശ്യാം പ്രതിനിധാനം ചെയ്യുന്ന ജനം, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന തത്വമണി ഉൾപ്പെടെ, ഇന്നലെ ഈ ചവറ സ്റ്റോറി വിട്ട ഏഷ്യാനെറ്റ് ഉൾപ്പെടെ അവിടുത്തെ കോളിഫോം ബാക്ടീരിയയുടെ കാര്യവും അല്ലെങ്കിൽ അത് കർക്കിടക വാവിന് മുമ്പ് അവിടുത്തെ ജലത്തിന്റെ ഒരു കാര്യമെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വരട്ടെ, ഇവിടെ വന്ന് കുളിക്കട്ടെ അല്ലേ? സ്വന്തം സംസ്ഥാനത്തിലെ ഈ കാര്യം അദ്ദേഹം എന്തുകൊണ്ട് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചില്ല? ഇനി പോട്ടെ, വർഷത്തിൽ നമുക്ക് നടക്കുന്ന ശബരിമല തീർത്ഥാടനം, അതും കേരള ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണല്ലോ. ഈ ലോകത്തിൽ ഒരു നദി മാത്രമേ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ മലിനീകരിക്കപ്പെടുന്നത്. അത് നിർഭാഗ്യവശാൽ നമ്മുടെ പമ്പയാണ്. നമ്മുടെ ഒരേ ഒരു പുണ്യ നദിയാണ് പമ്പ. കല്ലാറും തക്കാട്ടാറും സംഗമിച്ച് പമ്പയായി മാറുന്ന ആ ത്രിവേണി സംഗമം, അതും ത്രിവേണി സംഗമമാണ്. അവിടെ വെച്ച് തന്നെ നദി മലിനീകരിക്കപ്പെടുകയാണ്. കോളിഫോം ബാക്ടീരിയ നമ്മൾ എടുത്തു നോക്കിയാൽ കൃത്യമായി നമ്മൾ മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണത്. ജനജീവിയിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഞങ്ങളത് പരിശോധിച്ചിട്ടുള്ളതാണ് വാർത്തയ്ക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോ അത്തരത്തിൽ ഇതൊന്നും കാണാതെ, തൊട്ട് അടുത്തുള്ള കാര്യങ്ങളൊന്നും കാണാതെ വിദൂരതയിലേക്ക് നോക്കി ഓടിയിടുന്ന അവസ്ഥയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഇത് സമാപിക്കുമ്പോൾ കുടുംബ വളരെ ശുഭപരിഹാസ്യാനിയായി വരുമ്പോൾ തന്നെ മറ്റൊരു വിരോധാഭാസമുള്ളത്, ഈ പണ്ടുകാലങ്ങളിൽ നമ്മൾ UP നോക്കിയാണ്, അല്ലെങ്കിൽ ഗുജറാത്തിനെ നോക്കിയാണ്, വടക്കൻ സംസ്ഥാനങ്ങളെ നോക്കിയാണ് ഈ അക്രമ സംഭവങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് സമാപിക്കുമ്പോൾ ഇതിന്റെയൊക്കെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നത് നമ്മുടെ നാട് തന്നെയാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആകാശവാണിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ സത്യാനന്ദ സരസ്വതിയുമായി, അദ്ദേഹത്തിന്റെ എല്ലാ ഞായറാഴ്ചയും ഞാൻ ആശ്രമത്തിൽ പോകാറുണ്ട്. അപ്പൊ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ കണ്ടപ്പോൾ. ഈ ലഹരി എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. യഥാർത്ഥ ലഹരിയാണ് ആവശ്യമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യും. അതിനേക്കാളും വലിയൊരു ലഹരി വേറെയില്ല. കാര്യം വേറൊരു ലോകത്തേക്ക് പോകാൻ വേണ്ടിയാണല്ലോ ഈ മെഡിറ്റേഷൻ ഇത് ചെയ്യുന്നത്, ഇതെല്ലാം കുത്തിക്കയറ്റുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനേക്കാളും നല്ലതല്ലേ യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, സാധന ചെയ്യുക എന്നുള്ളത്. അത് മറ്റാരെയും ഉപദ്രവിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സാമർഥ്യവശാലാണ്. ഇങ്ങനെ നമ്മൾ കേരളം അങ്ങോട്ട് നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോ കേരളത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ നമുക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു കുംഭമേളയ്ക്ക് പോകാൻ, അവിടെ ചെന്ന് അവിടെ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ കാർണിവലിൽ പങ്കെടുക്കാൻ. അത് കൂടെ നിന്ന് നടത്താനാണ് അതിന്റെ പ്രതിനിധികൾ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷെ ഇവിടെ നിന്നും യാതൊരു പ്രാതിനിധ്യം ഉണ്ടായില്ല. ഈ പറഞ്ഞതുപോലെ അവിടെ പോയി ഫ്ലക്സ് ബോർഡ് വെക്കാനുള്ള അവസരവും PR വർക്കിനുള്ള അവസരവും ഇല്ലാത്തത് കൊണ്ടാണോ ഇവിടുന്ന് ആരും പോകാത്തതെന്ന് അറിഞ്ഞില്ല. എന്തായാലും ഇവിടുന്ന് അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായില്ല എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. 144 വർഷങ്ങൾ കഴിയുമ്പോൾ ഇനി പറയുന്ന ഒരു തരി ഉണ്ടാകുമെന്നും അറിയില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്വയം താമസം പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്, ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനെ ചിന്തിച്ചു പോകണം. ഈ പറഞ്ഞ കേന്ദ്രത്തിൽ ആണെങ്കിൽ ഈ കോൺഗ്രസിന്റെ ഒരു ഹിന്ദു വിരുദ്ധത കൂടി ഇനി വരുന്ന ആളുകളിൽ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അല്ലെ? സമയം അതിക്രമിച്ചുവെങ്കിലും സനോജേട്ടൻ പറഞ്ഞ 1-2 കാര്യങ്ങളോട് ചില പോയിന്റുകൾ കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്
മൈക്ക് മേടിച്ചത്. നമ്മൾ ഈ ഉത്തരഭാരതം നോക്കി ഓരിയിടുന്ന ഒരു സമ്പ്രദായം മലയാള മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് പറയാതെ എല്ലാവർക്കും അറിയാം. ഒരു 8-10 കിലോമീറ്റർ ദൂരം അങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പമ്പ മുതൽ സന്നിധാനം വരെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യാൻ കേരള പോലീസ് അടക്കം എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ടായിരിക്കെ 80,000-ഓ 1,00,000-ഓ അയ്യപ്പന്മാര് അവിടെ ദർശനത്തിനെത്തിയാൽ എത്ര മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും എന്ന് നമുക്കറിയാം. ഞാൻ 22 മണിക്കൂർ ക്യൂ നിന്ന, എല്ലാ വർഷവും അങ്ങനെ ഉണ്ടെന്നല്ല പറഞ്ഞത്, നിർഭാഗ്യവശാൽ ഒരു സീസണിൽ അങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ അനുഭവം കാണും. 22 മണിക്കൂർ ക്യൂ നിന്ന് അയ്യപ്പനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ 1,00,000 പേരെ ഇത്രയും നമുക്ക് സ്ഥലം സൗകര്യം വിട്ടില്ല എങ്കിലും അങ്ങനെ സൗകര്യം ഉണ്ടായിരിക്കെ മാനേജ് ചെയ്യാൻ കഴിയാത്തവരാണ് ദിനം പ്രതി 1.5 കോടി ആൾക്കാർ വരുന്ന ഒരു വളരെ പരിമിതമായ, അത്രയും ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ എത്ര സ്ക്വയർ കിലോമീറ്റർ ആയാലും അതൊരു പരിമിതിയാണ് മാനേജ് ചെയ്യുന്നവരെ കുറ്റം പറയുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാനാണ് ഞാൻ എനിക്ക് വാങ്ങിയത്. ആദ്യം കുംഭമേളയ്ക്ക് പോകാൻ നിശ്ചയിച്ചു. പലപ്പോഴും ഈ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ ചെറുപ്പക്കാർ മാത്രമുള്ള മാധ്യമ തള്ളുകൾ എന്നാണ് അതിന്റെ തലക്കെട്ട്. അപ്പൊ അതിൽ വന്ന ഒരു വാർത്ത, അതിൽ നല്ലതും അല്ലാത്തതായ വാർത്തകൾ വരാറുണ്ട്. അപ്പൊ ഞാൻ 11-ാം തീയതി പൗർണമിക്ക് സ്നാനം ചെയ്യാം. 12-ആണ് പൗർണമി. 11-ാം തീയതി രാത്രി പൗർണമി ഉള്ളതുകൊണ്ട് രാത്രി കുളിക്കണം എന്ന് തീരുമാനിച്ചു. 11-ാം തീയതിക്ക് നല്ല തിരക്കായിരിക്കും. തീരുമാനിച്ച് ലക്നൗ വഴി സാമ്പത്തികം ലാഭം ലക്ഷ്യമാക്കി ലക്നൌവിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. 9-10 തീയതികളിൽ കോഴഞ്ചേരിയിൽ ഒരു ദേവപ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ദേവപ്രശ്നം കഴിഞ്ഞിട്ട് 10-ാം തീയതി അങ്ങോട്ട് നെടുമ്പാശ്ശേരിയിൽ പോയി സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് 11-ന് രാവിലെയാണ് ഫ്ലൈറ്റ്. 10-ാം തീയതി ദേവപ്രശ്നം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് സമയത്ത് ഒന്ന് ഫോൺ എടുത്തപ്പോ ആ ഗ്രൂപ്പിനകത്ത് വന്ന ഒരു വാർത്ത ഇങ്ങനെയാണ്: 300 കിലോമീറ്റർ ദൈർഘ്യമുള്ള ക്യൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്യൂ അല്ല, ഈ വാഹന ബ്ലോക്ക്. സത്യത്തിൽ സാധാരണഗതിയിൽ മലയാള മാധ്യമങ്ങളുടെ വാർത്തകൾ പൊതുവെ അല്പം സ്ട്രെസ്സുള്ള സമയത്ത് ഓരോ വെബ് പേജ് പോയി നോക്കാറുണ്ട്, ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. കാരണം പകുതി വാർത്തകളും തള്ളായിരിക്കുമെന്ന് അറിയാം. പക്ഷെ ഇത് ശരിക്കും ഞെട്ടി. കാരണം എന്തുകൊണ്ടാ, ഇതില് ഇരയാകാൻ പോകുന്നത് ഞാനാണ്. തള്ളാണെന്ന് പോലും ചിന്തിക്കാനുള്ള ബോധം ഉണ്ടായില്ല. 300 കിലോമീറ്ററിനടുത്ത്. അപ്പൊ കൂടെ ദേവപ്രശ്നത്തിന് സഹായിയായിട്ട് വരുന്ന പയ്യനാണ് കൂടെ വരുന്നത്. അവനോട് ഞാനിത് പറഞ്ഞില്ല, കാരണം എന്നെക്കാളും 8 വയസ്സ് ഇളയതാണ്. അവനൊരു ടെൻഷൻ കൊടുക്കണ്ട. എന്തായാലും ദേവപ്രശ്നം കഴിഞ്ഞു. അവര് ഞങ്ങളെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. അപ്പോൾ ആദ്യം തിരുവനന്തപുരത്തേക്ക് വരാൻ, ഈ കുംഭമേള പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് നേരത്തെ തന്നെ തിരുവനന്തപുരത്തേക്ക് വരാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് ഒരാഴ്ച കിടക്കുകയാണ് പ്ലാൻ ഇട്ടതും ഫ്ലൈറ്റ് എടുത്ത് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടും ടിക്കറ്റ് ഉണ്ട്. ശരിക്കും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് മൊബൈലിൽ കയ്യിലെടുത്ത് ഈ വാർത്ത ഒരിക്കൽ കൂടി നോക്കിയിട്ട് ആലോചിക്കുകയാണ്, തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകണോ അതോ നെടുമ്പാശ്ശേരിയിലേക്ക് പോകണം. അപ്പൊ ആ പയ്യനോട് അവിടെ വെച്ച് ഈ കാര്യം പറഞ്ഞു. എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഈ മാധ്യമങ്ങളെ പല വാർത്തകളും തൃണവത്കരിക്കാനുണ്ട് എങ്കിലും വ്യക്തിപരമായി ഈ പറഞ്ഞ തിരക്കിൽപ്പെടുന്നതിനോട് താല്പര്യക്കുറവുള്ള ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തിരക്ക് കുറഞ്ഞ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുകാന്നൊരു പതിവ് എനിക്കുണ്ട്. അപ്പൊ ഞാൻ പെട്ടു എന്ന് വിചാരിച്ചു. അപ്പൊ അവൻ നേരെ ഗൂഗിൾ മാപ്പ് എടുത്തു. എന്നിട്ട് പറഞ്ഞു, പ്രയാഗ്രാജ് ലക്നൗ ചൗധരി ചരൺ സിംഗ് എയർപോർട്ട് മുതൽ പ്രയാഗ്രാജ് വരെ 200 കിലോമീറ്റർ ആണുള്ളത്. അപ്പൊ ഈ 300 കിലോമീറ്ററുള്ള ട്രാഫിക്കിനെ പറ്റി നമ്മൾ ബോധവാന്മാരാകേണ്ടത് വേറെന്തോ സംഗതിയാണ് എന്ന് പറഞ്ഞു. അവന്റെ വാക്കിന്റെ ബലത്തിൽ നമ്മൾ നേരെ നെടുമ്പാശ്ശേരി പോകുന്നു. പിറ്റേന്ന് അവിടെ പോകുന്നു. അവിടെ പ്രയാഗ്രാജിൽ നിലവിലുള്ളവരെ എനിക്കറിയാം. അവരുമായി മെസ്സേജ് ചെയ്തപ്പോൾ അവിടെ യാതൊരു തിരക്കുമില്ല. എന്നിട്ടും അവർ സംശയം പറഞ്ഞു, അന്വേഷിക്കാം, ഈ വഴിയിൽ വല്ലതും ബ്ലോക്കായി കിടന്ന് ആളെത്താത്തത് കൊണ്ടാണോ പ്രയാഗിൽ നിങ്ങൾ പറഞ്ഞ തിരക്ക് ഇല്ലായ്മ നമുക്ക് അറിയില്ല, നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിറ്റേന്ന് അവിടെ എത്തി, ഒരു ക്യാബ് എടുത്തു, പ്രയാഗിലെത്തി. പലരും 20 കിലോമീറ്ററും 25 കിലോമീറ്ററും ഒക്കെ നടക്കേണ്ടി വന്ന കഥ പറയുന്നത് കേട്ടിട്ടുണ്ട്. തുറന്നു പറയാം, വെറും 2.5 കിലോമീറ്ററാണ് ഞാൻ നടന്നത്. വെറും 2.5 കിലോമീറ്റർ. അത് നമ്മൾ ഈ ഫോണിൽ സ്റ്റെപ്സ് എത്ര നടന്നു എന്ന് അറിയാന്നുള്ള ആപ്പൊക്കെ ഉള്ളത് കൊണ്ട് അത് കൃത്യമായി എത്ര കിലോമീറ്ററാണ് നടന്നതെന്ന് നമ്മൾ കണക്കും കൂട്ടി
സുഖമായി കുളിച്ചു. പിന്നെ ഇപ്പോൾ അവിടെ വിശേഷിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം പോലീസിനെ പറ്റിയാണ്. പഴയകാലത്ത് UP പോലീസിനെ പറ്റി എന്തുമാത്രം പരാതി ഉണ്ടായിരുന്നു എന്നുള്ളത് പഴയ വാർത്തകൾ കേട്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് നേരെ കാശിയിൽ വന്നു. കാശിയിൽ നല്ല തിരക്കായിരുന്നു. കാരണം ഇതുപോലെ പ്രയാഗ് പോലെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന അത്ര സ്പേസ് കാശിയിലില്ല. അതുകൊണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു. റൂമിൽ താമസിച്ചു. രാത്രി ഘാട്ടുകളിലൊക്കെ പോയി. അവിടെ പരിചയത്തിൽ നമ്മുടെ ഉള്ളൂ ഒരു ടീനേജ് പ്രായത്തിലുള്ള പുരുഷന്മാരിൽ പയ്യന്മാരിൽ 50% ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനടിമയാണ്. ഇനി ഇത് ആരെ തിരുത്തും? ഇത്രയും നാളും ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ച് ഇനി മുമ്പോട്ട് പോകുമ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ലൂസിഫർ സിനിമയിൽ വിവേക് ഒബെറോയ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അയാൾ മന്ത്രിയുടെ മരുമകനാണ്. അയാൾ പോയിട്ട് ഈ ഫെദോ എന്തോ പറഞ്ഞിട്ടൊരു മയക്കുമരുന്ന് കച്ചവടക്കാരനുണ്ട്. അയാളുമായി വില ഉറപ്പിക്കലാണ്. വില ഉറപ്പിക്കുന്ന സമയത്ത് പറയും, നിങ്ങൾ നമ്മുടെ പാർട്ടിയെ ഫണ്ട് ചെയ്താൽ തടസ്സം കൂടാതെ കുറെ മയക്കുമരുന്നിന്റെ പേരുകൾ പറയും. അതൊക്കെ മ്യൂട്ട് ചെയ്യുന്നുണ്ട് സിനിമയിൽ. അതെല്ലാം ഇറക്കുമതി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരും. പോലീസ് പിന്നെ വേറെ വിജിലൻസിലൊക്കെ ഉന്നത നിലയിൽ നിങ്ങൾ പറയുന്ന ആളുകളെ പോസ്റ്റ് ചെയ്യും. ഇതൊരു ഈ ഹിന്ദുമത ധർമ്മപരിഷത്തിന്റെ വേദിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. എങ്കിലും പോലീസിനെ കമ്പയർ ചെയ്തപ്പോൾ യാദൃച്ഛ്യമായി പറഞ്ഞു പോയതാണ്. അത്തരത്തിൽ വല്ല ഇടപാടും കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ആരോപണം ഉന്നയിക്കലല്ല, ഒരു സാധാരണ പൗരന്റെ ഒരു സംശയമാണ്. കാരണം പോലീസൊക്കെ വിചാരിച്ചാൽ ഇത്ര മാത്രം ലഹരിയെ തടയാൻ പറ്റില്ല എന്നത് എനിക്കെന്തോ വിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ട് നമ്മുടെ യുവാക്കളിലൊക്കെ ധർമ്മബോധം ഉണ്ടാക്കി, നേരത്തെ സനോജേട്ടൻ പറഞ്ഞ ലഹരി സാധന എന്ന അല്ലെങ്കിൽ ഉപാസന എന്ന ധർമ്മബോധം എന്ന ലഹരി ഉണ്ടാക്കി എടുത്തിട്ടില്ല എങ്കിൽ MDMAക്കും കഞ്ചാവിന്റെയും പിന്നാലെ യുവജനത പോവും. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിനെ ലക്ഷ്യം വെക്കുന്നുണ്ട്. നമ്മുടെ ഡെമോഗ്രാഫിക് വിൻഡോ എന്ന് പറയുന്ന ഒരു ഘടകം, ഏറ്റവും ചെറുപ്പക്കാര് അതിനെ വിശദീകരിച്ച് പറയാനുള്ള സമയമില്ല. പ്രായം കൊണ്ട് ചൈനയെ അതിജീവിച്ച് ഏറ്റവും യുവത്വമുള്ള ശരാശരി നമ്മുടെ ജനതയുടെ പ്രായം എടുക്കുമ്പോൾ അങ്ങനെയാണ് ഭാരതം ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് അടുത്ത 2-3 പതിറ്റാണ്ട് ലോകത്ത് തന്നെ ഡെമോഗ്രാഫിക് വിൻഡോയുടെ ഒരു മേന്മ ഭാരതത്തിനുണ്ട്. അതിനെ തകർക്കാൻ ഭാരതത്തിൽ കൃത്യമായി പല ഇടങ്ങളിൽ ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ചുമക്കുട്ടന്മാര് നമ്മുടെ പഞ്ചാബിലായതുകൊണ്ട് പഞ്ചാബ് ലക്ഷ്യം വെച്ച് മയക്കുമരുന്ന് റാക്കറ്റുകൾ വന്നു. അതേപോലെ ഭാരതത്തിലുടനീളം ഇപ്പോൾ MDMAയും മറ്റിന്റെ ഉപയോഗം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കേവലം ഒരു ചർച്ച എന്നതിനപ്പുറം ഈ വിഷയത്തിലൂടെ ഒരു കുംഭമേള എന്ന് പറയുന്നതിനപ്പുറം നിലവിലെ നമ്മുടെ ആനുകാലികമായിട്ടുള്ള ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ എന്തെങ്കിലും ഒരു ചർച്ചയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനുള്ളത് എന്നത് ഗോപാൽജിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച ഉണ്ടാവണം. അനന്തപുരി ഹിന്ദു സമ്മേളനത്തിന് അതിനുവേണ്ടി സമ്മേളനത്തിൽ 1 മണിക്കൂറെങ്കിലും ഈ ഒരു വിഷയത്തെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചർച്ച കൂടെ സംഘടിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടെ ഞാൻ ഈ അവസരത്തിൽ വയ്ക്കുകയാണ്. തീർച്ചയായും അത് പരിഗണനയിലുള്ള കാര്യം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരിക്കലും വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. ഭാരതത്തിന്റെ ശക്തമായ മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ യുവതലമുറയെ മയക്കുന്ന രീതിയിലുള്ള ഏത് ശക്തികൾ വന്നാലും നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത്. തീർച്ചയായും ആ നിർദ്ദേശം പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ഹൃദ്യമായ ഈ ചർച്ച ഇവിടെ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. വളരെ ഹൃദ്യമായ മനസ്സോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. കുംഭമേളയ്ക്കെതിരെ ഈ ബേജാറ് കൂട്ടാൻ 1950കളിൽ നടന്ന കുംഭമേളയിൽ അവിടെ VVIP പരിവേഷത്തിലെത്തിയ ജവഹർലാൽ നെഹ്റു കാരണം 1000-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആ മരിച്ചവരൊക്കെ യാചകരാണെന്ന് പറഞ്ഞ് ഈ വലിയ ദുരന്തത്തെ ഒന്നുമല്ലാതാക്കാൻ ശ്രമിച്ച നെഹ്റു ഭരണകൂടത്തിനെതിരെ അമൃത ബസാർ പത്രികയിൽ ഒരു മുഖർജി ഉണ്ടായിരുന്നു, തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരാൻ. അതിനു മുമ്പ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൃത്യമായ ലക്ഷ്യം വെച്ചതും കുംഭമേളകളെ തന്നെ. ഈ സംഗമത്തിനിടെ ചൂതാട്ടത്തിന് അവർ തുറന്നു കൊടുത്തു. ഈ പുണ്യനദിയിലൂടെ ബോട്ടുകൾ ഓടിച്ച് നർത്തകിമാരെ കൊണ്ട് നൃത്തം ചവിട്ടിപ്പിച്ചു. ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, നമ്മുടെ സംസ്കൃതിയെ നശിപ്പിക്കുക, സനാതന ധർമ്മത്തെ നശിപ്പിക്കുക. അത് നശിച്ചാൽ മാത്രമേ നമ്മുടെ ഭാരതത്തെ
ഇല്ലാതാക്കാൻ സാധിക്കൂ എന്ന് അവർക്ക് നന്നായി അറിയാം. അതിന്റെ പുതിയ ഭാവങ്ങളാണ്, പുതിയ വെല്ലുവിളികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റക്കെട്ടായി ചെറുക്കാം, ശക്തമായ ജാഗ്രത നമുക്ക് പുലർത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.